السلام عليكم ورحمة الله. الحمد لله حمدا يوافي نعمه يكافي ومزيدا. يا ربنا لك الحمد كما ينبغي لجلالك وعظيم سلطانك. سبحانك لا نحصي ثناء عليك أنت كما أثنيت على نفسك. الصلاة والسلام على رسولك وحبيبك محمد وآله وصحبه الذين يبتغون الوسيلة إليك. أما بعد، فإن خير الحديث كتاب الله، وخير الهدي هدي محمد صلى الله عليه وسلم، وشر الأمور محدثاتها، وكل بدعة ضلالة. عباد الله اتقوا الله واعلموا أنكم إليه تحشرون. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. يا أيها الذين آمنوا كتب عليكم الصيام كما كتب على الذين من قبلكم لعلكم تتقون. സ്നേഹധന്യരായ വിശ്വാസി സഹോദരി സഹോദരന്മാരെ, വളരെ പ്രഗത്ഭമായി നിങ്ങൾ സംഘടിപ്പിച്ചിട്ടുള്ള ഈ ഒരു സംരംഭത്തിൽ പങ്കെടുക്കാനുള്ള അർഹത എന്ന് പറയുന്നത് കുറേ വർഷങ്ങൾക്ക് മുമ്പ് നമ്മുടെ ഈ പള്ളിയിൽ ഒരു 6 മാസം അല്ലെങ്കിൽ ഒരു 7 മാസം, 2 തവണയായിട്ട് 7 മാസം ഖുതുബ നിർവഹിച്ചു. ആ ഒരു അർഹതയാണ്, അല്ലെങ്കിൽ അതാണ് അതിൻ്റെ ഒരു കാരണം എന്ന് ഞാൻ വിചാരിക്കുന്നു. ഏതായാലും വീണ്ടും നിങ്ങളെ കാണാൻ, അല്ലെങ്കിൽ നിങ്ങളിൽ പലരെയും കാണാൻ അവസരം കിട്ടിയതിലും ഈ വിധം ഇതിനോട് സഹകരിക്കാൻ സാധിക്കുന്നതിലും ഞാൻ അല്ലാഹുവിനെ സ്തുതിക്കുകയാണ്. അന്നുണ്ടായിരുന്ന പല നമ്മുടെ സുഹൃത്തുക്കളും സഹോദരി സഹോദരന്മാർ ഈ പള്ളിയുടെ പരിസരത്ത് നിശബ്ദതയിലാണ്. അവരുടെ ആ നിശബ്ദത അല്ലാഹു ശാന്തവും സമാധാനപൂർണവുമാക്കി കൊടുക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഈ വിഷയത്തെ സംബന്ധിച്ച് എനിക്ക് തോന്നുന്ന രീതിയിലാണ് ഞാൻ സംസാരിക്കുക. ഒരു കാഴ്ചപ്പാടുണ്ടാകും ഒരു വിഷയം നോക്കുമ്പോൾ. ഇന്ന രീതിയിൽ അതിൻ്റെ അവതരണം, അതിൻ്റെ തുടക്കം, മദ്യം, ഒടുക്കം, അതിനൊരു ക്രമം, തർത്തീബ് അത് സംഘടിപ്പിക്കുന്നവരുടെ മനസ്സിലുണ്ടാകും. അപ്പം ആദ്യമേ ഞാൻ പറയാം, ഒരുപക്ഷെ അങ്ങനെ ആയിക്കൊള്ളണമെന്നില്ല. ഒന്നുകൂടി വ്യക്തമായി പറഞ്ഞാൽ, ഇത് ഗഹനമായോ വളരെയേറെ പഠനാർഹമായോ സമഗ്രമായോ ഈ വിഷയം അവതരിപ്പിക്കാനല്ല ഞാൻ ഉദ്ദേശിക്കുന്നത്. എനിക്കും നിങ്ങൾക്കും ഫലപ്രദമാകും, ഉപകാരപ്പെടും എന്ന് തോന്നുന്ന ഈ വിഷയത്തിൻ്റെ വളരെ ലളിതമായ പാർശ്വങ്ങൾ, ഭാഗങ്ങൾ സംസാരിക്കാനാണ്, അല്ലെങ്കിൽ നിങ്ങളുമായിട്ട് ചർച്ച നടത്താനാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. ഇവിടെ സ്വാഗത പ്രഭാഷണത്തിൽ പറഞ്ഞതുപോലെ
അള്ളാഹുവിൻ്റെ ഒരു ഓഫർ തന്നെയാണ് പരിശുദ്ധ റമദാൻ. അള്ളാഹുവിൻ്റെ ഓഫറിൻ്റെ പ്രത്യേകത അത് 10-ൽ നിന്നാണ് ആരംഭിക്കുക എന്നുള്ളത്. പെരുന്നാള്, ഓണം, ക്രിസ്തുമസ്, വിഷു പോലെയുള്ള ആഘോഷങ്ങളോടനുബന്ധിച്ച് കടകളിലും, പ്രത്യേകിച്ച് തുണിക്കടകളിലും മറ്റു വസ്തുക്കളൊക്കെ വിൽക്കുന്നിടത്ത് നഷ്ടം സഹിച്ച് അല്ലെങ്കിൽ ലാഭം കുറച്ച് ഉപഭോക്താക്കൾക്ക് ഓഫർ നൽകി വസ്തുക്കൾ വിറ്റഴിക്കാറുണ്ട്. ഒന്നെടുത്താൽ ഒന്ന് ഫ്രീ, ഒന്നെടുത്താൽ 2 ഫ്രീ നമ്മൾ കാണാറുള്ളതാണ്. പക്ഷെ അവിടെ അത്തരം കടകളുടെ മുമ്പിൽ വലിയ ജനത്തിരക്കുണ്ടാവും. മറ്റു കടകളൊക്കെ ആളൊഴിഞ്ഞ വിധത്തിലും ഇവിടെ ജനനിബിഡവുമായി ഈ ഓഫർ സ്വീകരിക്കാനുള്ള അവരുടെ ജിജ്ഞാസയാണ് അല്ലെങ്കിൽ താല്പര്യമാണ്. പ്രത്യേകിച്ച് സഹോദരിമാർ ഉണ്ടാകും. പക്ഷെ അതിനൊരു പരിധിയുണ്ട്. പരമാവധി ഒന്നെടുത്താൽ 1, അല്ലെങ്കിൽ ഒന്നെടുത്താൽ 2, അല്ലെങ്കിൽ ഒന്നെടുത്താൽ 3, അതിനപ്പുറം കിട്ടും എന്ന് എനിക്ക് തോന്നുന്നില്ല. മഹാനായ ഉസ്മാൻ ബിൻ അഫ്ഫാൻ റളിയല്ലാഹു അൻഹു, ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു രാജ്യം ഭരിക്കുന്ന കാലഘട്ടത്തിൽ അദ്ദേഹത്തിന്റെ പ്രശസ്തമായ കച്ചവട ചരക്കുമായിട്ട് ഒരിക്കൽ മദീനയിൽ തിരിച്ചെത്തി. അന്ന് മദീനയുടെ പശ്ചാത്തലം, മദീന വളരെ ദാരിദ്ര്യത്തിലാണ്. ആ വർഷം മഴ കുറവായിരുന്നു. അതുകൊണ്ട് തന്നെ കൃഷി ഉൽപാദനം കുറഞ്ഞിട്ടുണ്ട്. ഭക്ഷ്യവസ്തുക്കൾക്ക് വളരെ ക്ഷാമമാണ്. അതുകൊണ്ട് ഈ ഒരു വലിയ മൊത്ത കച്ചവടക്കാരനാണ് ഉസ്മാൻ റളിയല്ലാഹു അൻഹു. അദ്ദേഹത്തിൽ നിന്ന് ചരക്കുകൾ വാങ്ങിയാണ് ഇടത്തരം കച്ചവടക്കാർ ഇത് സാധാരണക്കാരിലേക്ക് എത്തിക്കുന്നത്. അപ്പൊ ഈ കച്ചവട വസ്തു കിട്ടാൻ പ്രയാസമുള്ള, നാട്ടിൽ ദാരിദ്ര്യമുള്ള ഒരു സന്ദർഭമായതുകൊണ്ട് മദീനയുടെ അതിർത്തിയിലേക്ക് ഈ ചെറുകിട വ്യവസായികൾ ചെന്ന് ഉസ്മാൻ റളിയല്ലാഹു അൻഹുവിനോട് ചരക്കുകൾ ഞങ്ങൾക്ക് നൽകണം, ഞങ്ങൾ സാധാരണ തരുന്നതിൻ്റെ ഇരട്ടി വില തരാം എന്ന് പറഞ്ഞു. അപ്പൊ അദ്ദേഹം പറഞ്ഞു, ഇരട്ടി വിലക്ക് നൽകാൻ പറ്റില്ല. കാരണം മദീനയെ പറ്റി ഇപ്പൊ നിങ്ങൾക്കറിയാമല്ലോ, വളരെയേറെ ക്ഷാമമുള്ള സമയമാണ്. സാധനം കിട്ടാൻ വളരെ പ്രയാസമാണ്. അതുകൊണ്ട് അതിനേക്കാൾ കൂടുതൽ വില കിട്ടും. അപ്പൊ എന്നാൽ 2 ഇരട്ടി, ചില ആളുകൾ, ചില കച്ചവടക്കാർ 2 ഇരട്ടി. അപ്പോഴും അദ്ദേഹം സമ്മതിച്ചില്ല, കൊടുത്തില്ല. അപ്പോൾ അദ്ദേഹത്തോട് ആളുകൾ 3 ഇരട്ടി ലാഭത്തിന് വരെ ചോദിച്ചു, അല്ലെങ്കിൽ ഇരട്ടിക്ക് വരെ ചോദിച്ചു. ഒരുപക്ഷെ ജുമാ ഖുത്ബകളിലും മറ്റൊക്കെ നമ്മൾ ഈ സംഭവം കേട്ടിരിക്കും. അദ്ദേഹം കൊടുത്തില്ല. അപ്പോൾ ഈ കച്ചവടക്കാർ പരസ്പരം ചർച്ച ചെയ്തു, ഇനി നമ്മൾ എന്ത് ചെയ്യും? 3 ഇരട്ടിയിലധികം വില കൊടുത്ത് വാങ്ങി ഈ ക്ഷാമകാലത്ത് ഇത് സാധാരണക്കാരായ കച്ചവടക്കാർക്ക് എങ്ങനെ കൊടുക്കും? അല്ലെങ്കിൽ സാധാരണക്കാർക്ക് എങ്ങനെ കൊടുക്കും? ദാരിദ്ര്യമാണല്ലോ നാട്ടിൽ. അതുകൊണ്ട് അവർ നിരാശപ്പെട്ടപ്പോൾ അദ്ദേഹം പറഞ്ഞു, ഇതിന് 10 ഇരട്ടി വില നൽകാമെന്ന് ഒരാൾ പറഞ്ഞിട്ടുണ്ട്. അതിനപ്പുറം നിങ്ങൾ ആരെങ്കിലും തരാൻ തയ്യാറുണ്ട്?
അപ്പൊ അവരൊക്കെ വല്ലാത്ത വിഷമത്തിലായി. നവറ ബാളും ഇല്ല ബാളെന്നാണ്, പരസ്പരം നോക്കി 10 ഇരട്ടി കൊടുക്കാമോ? അങ്ങനെ വില കൊടുത്ത് വാങ്ങിയിട്ട് എങ്ങനെ സാധാരണക്കാരിൽ വിറ്റഴിക്കും? അപ്പൊ അവർ ചോദിച്ചു, ആരാണ് ഈ 10 ഇരട്ടിക്ക് ചോദിച്ചത്? മഹാനായ ഉസ്മാൻ റളിയല്ലാഹു അൻഹു പറഞ്ഞു, അത് മറ്റാരുമല്ല, എന്റെ റബ്ബാണ്. അവൻ 10 ഇരട്ടി തരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ പറഞ്ഞ് ആ ദിവസം, ആ നിർണായകമായ സന്ദർഭത്തിൽ, ദാരിദ്ര്യഘട്ടത്തിൽ സാധാരണ കിട്ടുന്ന വിലയുടെ 3 ഇരട്ടി വില അദ്ദേഹത്തിന് കിട്ടാവുന്ന ആ സന്ദർഭത്തിൽ അത് ആ കച്ചവടക്കാർക്ക് കൊടുക്കാതെ ആ മടങ്ങി വന്ന കച്ചവട സംഘത്തിന്റെ കൂടെ, അല്ലെങ്കിൽ മൃഗങ്ങളുടെ, ഒട്ടകങ്ങളുടെ മുകളിലുണ്ടായിരുന്ന മുഴുവൻ ചരക്കുകളും മദീനയിലെ പാവപ്പെട്ട സാധുക്കൾക്ക് വേണ്ടി അദ്ദേഹം ധർമ്മം ചെയ്തു. കാരണം അള്ളാഹു 10 ഇരട്ടി പ്രതിഫലമാണ് നൽകിയിട്ടുള്ളത്, വാഗ്ദാനം ചെയ്തിട്ടുണ്ട്. വിശുദ്ധ ഖുർആൻ പറയുന്നുണ്ട്, മൻ ജാഅ ബിൽ ഹസനതി ഫലഹു അശ്റു അംസാലിഹാ. ആണായാലും പെണ്ണായാലും ശരി, ഒരാൾ ഒരു നന്മ ചെയ്താൽ അള്ളാഹുവിന്റെ നീതിശാസ്ത്രത്തിൽ അതിന് അതിൻ്റെ 10 ഇരട്ടി കൂടി പ്രതിഫലമാണ്. അതിൻ്റെ താഴെയില്ല. 9, 8 അങ്ങനെയില്ല, 2, 3 അങ്ങനെയുമല്ല. ഏറ്റവും ചുരുങ്ങിയത് 10. ആ 10 ഇങ്ങനെ 70 ആവും, ചിലപ്പോൾ 700 ആവും. ചില സന്ദർഭത്തിൽ അത് 70,000 ഉയരും. ഇവിടെ പറഞ്ഞതുപോലെ ആ കർമ്മത്തിന്റെ ചെയ്യുന്ന ആളുടെ ഉദ്ദേശശുദ്ധി, ആ സന്ദർഭം, അയാൾ അതിനുവേണ്ടി സഹിക്കുന്ന ത്യാഗം, അതെല്ലാം കണക്കിലെടുക്കുമ്പോൾ 10, 70, 700, 70,000. എന്നാൽ മഹാനായ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, 10, 70, 700, 70,000 പ്രതിഫലമായി നൽകുന്ന അല്ലാഹു തആല പറയാണ്, ഇല്ല സിയാമ ഫഇന്നഹു ലീ വഅന അജ്സീ ബിഹി. നോമ്പൊഴികെ, നോമ്പ് 10 എന്നോ 70 എന്നോ 70,000 എന്നോ പറയാൻ പറ്റില്ല. നോമ്പൊരു പ്രത്യേക ആരാധനയാണ്. ഏറ്റവും ആത്മാർത്ഥതയുള്ള, ഇസ്ലാമിന്റെ സാങ്കേതിക ഭാഷയിൽ തഖ്വയുള്ള, ഇഖ്ലാസുള്ള, ഇഹ്സാനുള്ള ആളുകൾക്ക് മാത്രമേ നോമ്പ് കൃത്യമായി നിർവഹിക്കാൻ സാധിക്കുകയുള്ളൂ. കാരണം ഒരു വ്യക്തി നോമ്പുകാരനാണോ അല്ലേ എന്ന് ആർക്കും മനസ്സിലാക്കാൻ പറ്റില്ല. അത് റബ്ബും അടിമയും തമ്മിലുള്ള സ്വകാര്യമായ ഒരു ആരാധനയാണ്, സ്വകാര്യമായ ഒരു ബന്ധത്തിന്റെ പ്രശ്നമാണ്. അങ്ങനെ മറ്റുള്ളവരെ കബളിപ്പിച്ച് അനുഷ്ഠിക്കാതിരിക്കാൻ സ്വാതന്ത്ര്യമുള്ള, സൗകര്യമുള്ള ഒരു ആരാധന. ആ അവസരമുണ്ടായിട്ടും ഒരാൾ അത് കൃത്യമായിട്ട് നിർവഹിക്കുന്നുണ്ടെങ്കിൽ, അത് നോറ്റ് വീട്ടുന്നുണ്ടെങ്കിൽ, അത് എന്നെ ഉദ്ദേശിച്ചും എന്റെ പ്രതിഫലം ഉദ്ദേശിച്ചും എന്റെ സ്വർഗം ആഗ്രഹിച്ചുമായതുകൊണ്ട് ഫഇന്നഹു ലീ വഅന അജ്സീ ബിഹി, ഞാനതിന് പ്രതിഫലം കണക്കില്ലാതെ കൊടുക്കുകയാണ് ചെയ്യുക. അതാണ് അള്ളാഹുവിന്റെ ഓഫർ എന്ന് പറയുന്നത്. അപ്പൊ 70 അല്ല, 700 അല്ല, 70,000 അല്ല, അതിനപ്പുറം. മഹാനായ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞൊരു ഹദീസ് നിങ്ങൾ വളരെയേറെ പ്രാവശ്യം ആവർത്തിച്ച് കേട്ടിരിക്കും. മൻ ഖാമ യൗമൻ യബ്തഗി ബിഹി വജ്ഹല്ലാഹ് ബഅദല്ലാഹു വജ്ഹഹു അനിൻ നാരി 70 ഖരീഫ. ഒരു വ്യക്തി ഒരു ദിവസം ഒരു നോമ്പനുഷ്ഠിച്ചാൽ,
ഒറ്റ ദിവസം. ആ നോമ്പനുഷ്ഠിക്കുമ്പോൾ അവന്റെ ലക്ഷ്യവും അവന്റെ ഉദ്ദേശവും അല്ലാഹുവിന്റെ വജ്ഹാണ്, അവന്റെ പ്രീതിയാണ്, അവന്റെ തൃപ്തിയാണ്, അവന്റെ മഹത്തായ പ്രതിഫലമാണ്, സ്വർഗലോകമാണ് ആ നോമ്പ് കൊണ്ട് അയാൾ ഉദ്ദേശിക്കുന്നതെങ്കിൽ അയാളുടെ ആ വ്യക്തിയുടെ മുഖം അഥവാ അദ്ദേഹത്തെ നടത്തും. ബാള് പറഞ്ഞ് കൊല്ലം ഉദ്ദേശിക്കാനായി. മുഖം എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്ന വ്യക്തിയാണ്. വ്യക്തിയെ അള്ളാഹു അകറ്റും, നരകത്തിൽ നിന്ന് അകറ്റും. 70 കൊല്ലം ദൂരേക്ക് നരകത്തിലേക്ക് അയാൾ അടുക്കണമെങ്കിൽ ഇനി 70 കൊല്ലം വേണം, അത്ര ദൂരെ. അതൊരു ഭാഷയാണ്, സാഹിത്യമാണ്, സാഹിത്യ പ്രയോഗമാണ്. ആ കർമ്മത്തിന് അള്ളാഹു നൽകുന്ന മഹത്തായ പ്രതിഫലത്തിന്റെ ആധിക്യം നമുക്ക് മനസ്സിലാകുന്ന രീതിയിൽ പ്രവാചകൻ പറയുകയാണ്. ഒരു ഉദാഹരണത്തിന് ഒറ്റ നോമ്പ്. അപ്പോ ഒരു റമദാനിലെ 29 30 നോമ്പ് അനുഷ്ഠിച്ചാലോ അതുതന്നെ 10 കൊല്ലമോ 20 കൊല്ലമോ 30 കൊല്ലമോ 40 കൊല്ലമോ 50 കൊല്ലമോ 60 കൊല്ലമോ നിർവഹിച്ചാലോ എത്ര പ്രതിഫലമായിരിക്കും. നമുക്ക് ആഹ്ലാദിക്കാനും ആനന്ദിക്കാനും ആശ്വസിക്കാനും ഉള്ള അവസരമാണ്. ഇസ്ലാം പ്രതീക്ഷയുടെ മതമാണ്. ഇസ്ലാമിന്റെ രീതി അബ്ശിറൂ വലാ തുനഫിറൂ, ആളുകൾക്ക് സന്തോഷം അറിയിക്കുക. ദഅവത്തിന്റെ രീതി അതാണ്, പ്രബോധനത്തിന്റെ രീതിയാണ്. നിരാശപ്പെടുത്തൽ, ആശ വെപ്പിക്കുക, റബ്ബിലേക്ക് ആശ വെപ്പിക്കുക, അവന്റെ കാരുണ്യത്തിലേക്ക്, അവന്റെ പ്രതിഫലത്തിലേക്ക്. എല്ലാ കർമ്മങ്ങളും അങ്ങനെ തന്നെയാണ്, എല്ലാ കർമ്മങ്ങളും. എന്നാ ഒരാളൊരു തെറ്റ് ചെയ്താലോ അത് റമദാനിലാണെങ്കിലും മൻ ജാഅ ബിസ്സയ്യത്തി ഫലാ യുജ്സാ ഇല്ലാ മിസ്ലഹാ. എന്നാൽ ഒരാൾ ഒരു തെറ്റ് ചെയ്യുകയാണെങ്കിൽ ഒരു തെറ്റിന്റെ കുറ്റം മാത്രം. റമദാനിൽ തെറ്റ് ചെയ്താലും അല്ലാത്ത കാലത്ത് തെറ്റ് ചെയ്താൽ അങ്ങനെ കിട്ടും. അത് അല്ലാഹുവിന്റെ കാരുണ്യത്തിന്റെ വിശാലമായ അനുഗ്രഹത്തിന്റെ, അവന്റെ അടിമകളായ നമ്മളോടുള്ള അവന്റെ ദയാവായ്പിന്റെ, ആർദ്രതയുടെ, വാത്സല്യത്തിന്റെ, സ്നേഹത്തിന്റെ ഭാഗമാണ്. അള്ളാഹുവിന്റെ രീതിശാസ്ത്രം അതാണ്, അവന്റെ നീതിശാസ്ത്രം അതാണ്. ഞാനത് വിശദീകരിക്കേണ്ടില്ല, എല്ലാ കർമ്മങ്ങളിലും അങ്ങനെയുള്ള ഒരു അവസരമാണ് അള്ളാഹു തആല നമുക്ക് നൽകുന്നത്. ബാക്കി അള്ളാഹുവിൻ്റെതായിട്ടുള്ള എല്ലാ അനുഗ്രഹങ്ങളും ഏറ്റവും കൂടുതൽ അവന്റെ അടിമകളിലേക്ക് അവൻ അവതരിപ്പിക്കുന്നത്, പ്രവഹിക്കുന്നത് വിശുദ്ധ റമദാൻ മാസത്തിലാണ്. മറ്റു 11 മാസത്തെക്കാൾ നമുക്ക് എല്ലാവർക്കും അറിയാവുന്നത് പോലെ സ്വാഭാവികമായി നമ്മളൊരു ഫർള് നിർവഹിക്കുകയാണ് എങ്കിൽ, ഹദീസ് സ്വഹീഹാണെങ്കിൽ റമദാനിൽ ഒരു ഫർള് നിർവഹിച്ചാൽ മറ്റു മാസങ്ങളിൽ 70 ഫർള് നിർവഹിച്ച പ്രതിഫലം റമദാനിനെ ആദരിച്ചിരിക്കുകയാണ്. അതെന്താണ് കാരണം എന്ന് ഞാൻ പിന്നീട് പറയാം. ഇപ്പൊ അങ്ങനെ മനസ്സിലാക്കാം. റമദാനിൽ ഒരു വ്യക്തി ഒരു സുന്നത്ത് നിർവഹിച്ചാൽ മറ്റു മാസങ്ങളിൽ ഒരു ഫർള് നിർവഹിച്ച പ്രതിഫലമാണ്. എത്ര സുന്നത്തെടുത്താലും ഫർളിന്റെ അവിടെ എത്തൂല കേട്ടോ. അത് സാന്ദർഭികമായിട്ട് ഞാൻ പറയാം. എത്ര സുന്നത്തെടുത്താലും ഫർളിന്റെ സ്ഥാനത്തേക്ക് ഉയരുകയില്ല. മഹാനായ പ്രവാചകൻ പഠിപ്പിക്കുന്ന ഖുദ്സിയായ ഒരു ഹദീസിലൂടെ അല്ലാഹു തആല പറയാണ്, മാ തഖറബ ഇലയ്യ അബ്ദുൻ ബിഅമലിൻ അഹബ്ബു ഇലയ്യ മിമ്മ ഫ്തറൽതുഹു അലൈഹി. എന്താ പറയുന്നത്? ഒരു അടിമയും എന്നിലേക്ക് അടുക്കുകയില്ല, എന്റെ സാമീപ്യത്തിലേക്ക് അവൻ എത്തുകയില്ല, എന്റെ പൊരുത്തവും എന്റെ തൃപ്തിയും കരസ്ഥമാക്കുകയില്ല, ഞാൻ അവന് വാഗ്ദാനം ചെയ്ത സ്വർഗലോകത്ത് അവൻ എത്തുകയില്ല. അതിനുവേണ്ടിയാണ് അവൻ നിലകൊള്ളുകയും പ്രവർത്തിക്കുകയും ചെയ്യുന്നതെങ്കിൽ അമലിൻ, ഒരു അമല് കൊണ്ട്, അഹബ്ബു ഇലയ്യ, എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട അമൽ. ഏതിനേക്കാൾ?
മിമ്മഫ്തറൽതുഹു അലൈഹി, ഞാൻ അവന് നിർബന്ധമാക്കിയ ഒരു അമലിനേക്കാൾ എനിക്ക് ഇഷ്ടപ്പെട്ട ഒന്നുകൊണ്ടും എന്റെ അടിമക്ക് എന്നിലേക്ക് അടുക്കുക സാധ്യമല്ല. ഏറ്റവും പ്രധാനം ഫറളിനാണ്. ഫറള് വിസ്മരിച്ച് സുന്നത്തിന്റെ പിറകെ പോകുന്ന ആളുകളുണ്ട്. ഇപ്പൊ റമദാൻ മാസമൊക്കെ വരുമ്പോൾ നമുക്ക് കാണാം, തറാവീഹ് നമസ്കാരത്തിന് പള്ളി നിബിഡമാണ്. ആ തറാവീഹിന് വന്ന പലരും ഇശാഇന്റെ ജമാഅത്തിന് ശ്രദ്ധാപൂർവം എത്തിയിട്ടുണ്ടായിരുന്നില്ല, വൈകിയാണ് എത്തിയത്. വളരെ വേഗത്തിൽ ഇശാ ഒറ്റക്ക് നമസ്കരിച്ചാണ് തറാവീഹിന്റെ റബ്ബിന്റെ ജമാഅത്തിൽ അവൻ പങ്കെടുക്കുന്നത്. നിരാശപ്പെടുത്തല്ല, പക്ഷെ അള്ളാഹ്ക്ക് ഇഷ്ടം ഏതാണെന്നറിയാം, നമ്മള് ഫർള് നിർവഹിക്കുന്ന കാര്യത്തിൽ. അപ്പോ എല്ലാ കാലത്തും ഫറള് നിർവഹിക്കുക. പക്ഷെ റമദാനിൽ ആ ഫറള് റമദാനിലാണ് നിർവഹിക്കുന്നതെങ്കിൽ, അല്ലെങ്കിൽ ഫറളിന് 10 മുതൽ 70, 700, 70,000 അല്ലേ? അത് റമദാനിലാകുമ്പോൾ 70 ഫറളെടുത്ത പോയി. അപ്പൊ 70നെ 10 കൊണ്ട് പിന്നെ ഗുണിക്കണം. അതേപോലെ തന്നെ ഒരു സുന്നത്തായ കാര്യം റമദാനിൽ എടുക്കുമ്പോൾ മറ്റു മാസങ്ങളിൽ ഫറളെടുത്ത കൂടി. ഒറ്റവാക്കിൽ റമദാൻ അള്ളാഹുവിന്റെ അളവറ്റ അനുഗ്രഹത്തിന്റെ, കാരുണ്യത്തിന്റെ, മഗ്ഫിറത്തിന്റെ, അതേപോലെ തന്നെ തൗബ സ്വീകരണത്തിന്റെ, അഫുവിന്റെ, നരകമോചനത്തിന്റെ, സ്വർഗപ്രവേശത്തിന്റെ ഏറ്റവും ഉന്നതമായ ദിനരാത്രങ്ങളാണ്. അതിനുവേണ്ടി മാത്രം അല്ലാഹു തആല നീക്കിവെച്ച വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം അസുലഭമായ, ഏറ്റവും അനർഘമായ സന്ദർഭങ്ങളാണ്, രാപ്പകലുകളാണ് എന്ന് സാന്ദർഭികമായിട്ട് ഞാൻ ഉണർത്തുകയാണ്. ഞാൻ ആ ഭാഗം നീട്ടി പറയില്ല. അത് വാങ്ങിയെടുക്കാൻ, അത് നേടിയെടുക്കാൻ ആവേശഭരിതരായി, ആദർശഭരിതരായി, ആവേശഭരിതരായി. ആവേശം, സത്യവിശ്വാസികൾക്ക് ആവേശം ഉണ്ടാവും, ആവേശമുള്ള വിഭാഗം ഉണ്ടാവും. അങ്ങനെ പറഞ്ഞല്ലോ, ഉത്സാഹികളായ ആളുകൾ, മറ്റുള്ളവരെ കവച്ചു വെച്ചുകൊണ്ട് സൽക്കർമ്മങ്ങൾ വ്യാപൃതരാകാനും അല്ലാഹു തആല വാഗ്ദാനം ചെയ്ത മഹത്തായ പ്രതിഫലം വാങ്ങാനും വേണ്ടി മാത്സര്യത്തോടെ മുന്നേറിക്കൊണ്ട് വരുന്ന ആളുകൾ ഉലൈകൽ മുഖറബൂൻ, അല്ലാഹുവിന്റെ അടുക്കൽ അവന്റെ സാമീപ്യം സിദ്ധിച്ച ആളുകളാണ്, ഖുർബത്ത് നേടിയ ആളുകളാണ്. ഫീ ജന്നാത്തിൻ നഈം, അവർ അനുഗ്രഹീതമായ ഉദ്യാനത്തിലാണ്. ഖുല്ലത്തും മിനൽ അവ്വലീൻ വഖലീലും മിനൽ ആഖിരീൻ, മുൻഗാമികളിൽ നിന്ന് നല്ല ഒരു പറ്റവും പിൻഗാമികളിൽ നിന്ന് കുറച്ചാളുകളുമാണ് ആ ആവേശഭരിതരായി, സൽക്കർമ്മങ്ങളിൽ ആകൃഷ്ടരായി അത് നിർവഹിക്കാൻ മുന്നോട്ട് വരുന്ന ആളുകളെന്ന് വിശുദ്ധ ഖുർആൻ പറയാണ്. അതുകൊണ്ട് ഞാനും നിങ്ങളും ഈ അസുലഭമായ ഈ സന്ദർഭത്തെ, ഈ അവസരത്തെ, മുന്നിൽ കിട്ടാനിരിക്കുന്ന ഈ നിമിഷങ്ങളെ, ദിനരാത്രങ്ങളെ പരമാവധി ഉപയോഗപ്പെടുത്തണമെന്ന് പ്രത്യേകമായിട്ട് ഉണർത്തുകയാണ്. ഇനി എന്തിനാണ് അല്ലാഹു തആല ഇങ്ങനെയൊക്കെ ഒന്നിന് 10, 70, 700 ഒക്കെ, അതേപോലെ തന്നെ ദുഷ്കർമ്മങ്ങൾ ചെയ്താൽ, തെറ്റ് ചെയ്താൽ ഒരു തെറ്റിന് ഒരു ശിക്ഷയല്ലാതെ 2 ഇരട്ടിയോ 3 ഇരട്ടിയോ 10 ഇരട്ടിയോ കൊടുക്കുന്നില്ലല്ലോ. എന്താണത്? എന്താണ് ഉദ്ദേശം? ഉദ്ദേശം ഒന്ന് മാത്രം. അതെന്താണ്? അവന്റെ അടിമകളായ നമ്മൾ അവൻ തന്നെ തയ്യാർ ചെയ്തിട്ടുള്ള, ഒരുക്കി വെച്ചിട്ടുള്ള നരകത്തിൽ പ്രവേശിക്കരുത്. എങ്ങനെയെങ്കിലും നമ്മെ സ്വർഗത്തിൽ കടത്തണം. അതാണ് അള്ളാഹുവിന്റെ താല്പര്യം. അവിടെയാണ് അള്ളാഹുവിന്റെ കാരുണ്യത്തെ പറ്റി നാം മനസ്സിലാക്കേണ്ടത്. ഒരു 1.5 വയസ്സ് പ്രായമുള്ള, 2 വയസ്സ് പ്രായമുള്ള ഒരു കുഞ്ഞ് അഗ്നിയിലേക്ക്, അടുപ്പിലേക്ക്, അല്ലെങ്കിൽ തീ കത്തുന്നിടത്തേക്ക്, ഗ്യാസ് കത്തുന്നിടത്തേക്ക് ഓടിപ്പോകുമ്പോൾ അവന്റെ മാതാവും അവന്റെ പിതാവും വളരെ വേഗത്തിൽ ഓടിച്ചെന്നുകൊണ്ട് അവളെ അതിൽ നിന്ന് തടഞ്ഞു മാറ്റി നിർത്തുന്നതിനേക്കാൾ താല്പര്യമാണ് അള്ളാഹുവിന് അവന്റെ അടിമകളെ അവന്റെ നരകശിക്ഷയിൽ നിന്ന്, ആ തീയിൽ നിന്ന് രക്ഷപ്പെടുത്തുന്ന വിഷയത്തിലുള്ളത്.
നമ്മളാരും അള്ളാഹിനെ പറ്റി അങ്ങനെ മനസ്സിലാക്കിയിട്ടില്ല. അതാണ് പ്രശ്നം. നമ്മൾ ആ തീയിൽ വീഴരുത്. ഇത് ചെറിയ തീയല്ല. ഐഹിക ലോകത്ത് നമുക്ക് സുപരിചിതമായ തീയല്ല. ഐഹിക ലോകത്തുള്ള തീയിന്റെ ചൂട് 30-35% ഏൽക്കുമ്പോൾ സ്വാഭാവികമായും നമ്മൾ ബോധം കെട്ടുപോയേക്കാം. മരണം സംഭവിക്കാനുള്ള സാധ്യത വളരെ കുറവാണ്. 65-70% നാം മരിച്ചേക്കാം. വിശ്വാസി മരിച്ചാലും അവന്റെ ഒന്നും അവസാനിക്കുന്നില്ല. പക്ഷേ മരണമില്ലാത്ത ശാശ്വതമായ കഠോരമായ അഗ്നിയിലേക്കാണ്, അടുപ്പിലെ തീയിലേക്കാണ്, ഗ്യാസ് സ്റ്റൗവിന്റെ അടുത്തേക്കാണ് അവന്റെ സാധുക്കളായ അടിമകളായ നമ്മൾ അടുക്കുന്നത്, ഓടിപ്പോകുന്നത്. നമ്മുടെ ശ്രദ്ധയില്ലായ്മ, നമ്മുടെ അറിവില്ലായ്മ, നമ്മുടെ ചിന്തയില്ലായ്മ, നമ്മുടെ ഓർമ്മയില്ലായ്മ, നാം തന്നെ നമ്മെ മറന്നുകൊണ്ട്, ആ റബ്ബിനെ മറന്നുകൊണ്ട്, അവന്റെ കൽപ്പന മറന്നുകൊണ്ട്, അവന്റെ വിരോധങ്ങൾ മറന്നുകൊണ്ട് ആ നരകത്തിലേക്ക് ഈയാമ്പാറ്റകളെ പോലെ ചാടിച്ചാകാൻ വേണ്ടി പോകുമ്പോൾ അള്ളാഹു അതിൽ നിന്ന് രക്ഷപ്പെടട്ടെ എന്റെ അടിമ എന്ന് കരുതിയാണ് ഈ ആനുകൂല്യങ്ങൾ നമുക്ക് അള്ളാഹു തആല വിവരിച്ചു തരുന്നത്, അല്ലെങ്കിൽ ഇട്ടു തരുന്നത്. അത് നാം മനസ്സിലാക്കണ്ടേ? എന്തിനാണ് അള്ളാഹു തആല നൽകുന്നത്? നമ്മൾ നരകത്തെ കടക്കരുത്. നമ്മുടെ കർമ്മങ്ങൾ കൊണ്ട് നമ്മൾ ഒരു കർമ്മത്തിന് ഒരു പ്രതിഫലം എന്ന നിലക്ക് മാത്രം അള്ളാഹു തആല തീരുമാനിച്ചാൽ, റമദാൻ മാസം പോലെയുള്ള അളവറ്റ അനുഗ്രഹങ്ങളും പ്രതിഫലവും വാഗ്ദാനം ചെയ്ത സന്ദർഭങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ഇല്ലാതെ പോയാൽ, നമ്മൾ അനുഷ്ഠിക്കുന്ന തുച്ഛമായ ചെറിയതായ അത് തന്നെ വേണ്ടത്ര ആത്മാർത്ഥതയില്ലാതെ അലസമായി നിർവഹിക്കുന്ന കർമ്മങ്ങൾ കൊണ്ട് നമ്മൾ സ്വർഗത്തിൽ പ്രവേശിക്കാൻ സാധ്യമല്ല. لا يدخل أحدا عمله إلا من رحم الله. അല്ലാഹു പ്രത്യേകമായി അനുഗ്രഹിച്ചവരല്ലാതെ ഒരാളും അവന്റെ കർമ്മം കൊണ്ട് നരകത്തിൽ നിന്ന് രക്ഷപ്പെടുകയോ സ്വർഗത്തിലെത്തിപ്പെടുകയോ ചെയ്യുകയില്ല. നമ്മുടെ ഈ സബീന കിതാബില്ലേ, മൗലിദിന്റെ കിതാബ്, അതിന്റെ വക്കില് 2 വരിയുണ്ട്. ഇത് ഇലാഹി ലസ്തു ബൈത്താവുന്നു എന്ന് എഴുതി വെച്ചു. ഇലാഹി ലസ്തു ലിൽ ഫിർദൗസി അഹ്ല വലാ അഖ്വാ അലാ നാരിൽ ജഹീമി ഫഹബിലി തൗബതൻ ഫഗ്ഫിർ ദുനൂബി ഫഇന്നക ഗാഫിറു ദംബിൽ അദീമി. ആശയാണ് അവിടെ. അതാണ് മർമ്മം. സഹോദരന്മാരും സഹോദരിമാരും അത് മനസ്സിലാക്കുമെന്ന് ഞാൻ വിചാരിക്കുന്നു. ഇലാഹി, എന്റെ ഇലാഹെ, നമ്മൾ റബ്ബിനെ വിളിക്കാം, ഏത് പേരിലും വിളിക്കാം. അവിടെ കവിത യോജിക്കാൻ വേണ്ടി ആ പദം ഉപയോഗിച്ചു. എന്റെ ആരാധ്യനായിട്ടുള്ളവനെ, ലസ്തു, ഞാൻ അല്ല തമ്പുരാനെ, ലിൽ ഫിർദൗസി, എന്റെ അത്യുന്നതമായ ജന്നാത്തുൽ ഫിർദൗസിന് അഹ്ലൻ, അർഹനല്ല. സ്വർഗത്തിൽ പ്രവേശിക്കാനുള്ള, പ്രത്യേകിച്ച് ജന്നാത്തുൽ ഫിർദൗസിൽ പ്രവേശിക്കാനുള്ള അർഹത നഷ്ടപ്പെട്ടവനാണ് ഞാൻ. കർമ്മം കുറഞ്ഞവനാണ് ഞാൻ. കർമ്മത്തിൽ വീഴ്ച വരുത്തിയവനാണ് ഞാൻ. കർമ്മത്തിൽ നിതാന്തമായ ജാഗ്രതയും മനസാന്നിധ്യവും പുലർത്താൻ കഴിയാത്തവനാണ് ഞാൻ. പലപ്പോഴും ചെയ്തിട്ടുള്ളതിൽ തന്നെ കുറവുകളുണ്ട്, അശ്രദ്ധയുണ്ട്, അലസതയുണ്ട് തമ്പുരാനെ. അതേപോലെ തന്നെ തെറ്റായ കാര്യങ്ങൾ ജീവിതത്തിൽ ചെറുതും വലുതുമായും രഹസ്യവും പരസ്യമായും അറിഞ്ഞും അറിയാതെയും തന്നെ ധാരാളമായി വന്നിട്ടുണ്ട്. അതുകൊണ്ട് നിന്റെ ജന്നാത്തുൽ ഫിർദൗസിൽ പ്രവേശിക്കാനുള്ള സ്വാഭാവികമായ അർഹത എനിക്കില്ല തമ്പുരാനെ. വലാ അഖ്വാ അലാ നാരിൽ ജഹീമി. എന്നാലും ആ കഠോരമായ നരകാഗ്നി, അതിന്റെ തീയിന്റെ ചൂട് സഹിക്കാൻ എനിക്ക് കഴിയില്ല. ആ അവസ്ഥ അള്ളാഹുവിനറിയാം, നമ്മളെക്കാൾ അള്ളാഹുവിനാണ് അറിയാം. അത് സഹിക്കാൻ പറ്റൂല. ഒരു കവി പാടിയിട്ടുണ്ട്, ഐഹിക ലോകത്തിന്റെ തീയിന്റെ ചൂട് പോലും സഹിക്കാൻ സാധ്യമല്ലാത്ത നമുക്ക് അതിന്റെ 69 ഇരട്ടി കൂടി ചൂടുള്ള നരകാഗ്നിയുടെ തീയിനെ സഹിക്കാൻ എങ്ങനെയാണ് നമുക്ക് സാധിക്കുക? അത് സാധിക്കില്ലെന്ന് നമ്മൾ റബ്ബിനോട് തുറന്നു പറയാണ്. വലാ അഖ്വാ അലാ നാരിൽ ജഹീമി. ആ എല്ലാറ്റിനെയും
മനുഷ്യന്റെ ചർമ്മത്തെ മാത്രമല്ല, ചർമ്മത്തിനകത്തുള്ള മാംസത്തെയും ആ മാംസം ചൂടുന്നു നിൽക്കുന്ന എല്ലിനെയും മനുഷ്യന്റെ സകലമാന പ്രവർത്തനങ്ങളുടെയും ചിന്തകളുടെയും കേദാരമായ ഹൃദയത്തെ പോലും ആഞ്ഞു പിടിക്കുന്ന, കയറി പിടിക്കുന്ന, കത്തി അമർത്തുന്ന നരകാഗ്നിയുടെ ശിക്ഷ സഹിക്കാൻ എനിക്ക് സാധ്യമല്ല. ഫഹബിലി തൗബതൻ ഫഗ്ഫിർ ദുനൂബി ഫഇന്നക ഗാഫിറുൽ ദംബിൽ അളീം. പിന്നെ എങ്ങനെയാണ് രക്ഷപ്പെടേണ്ടത്? നീ എനിക്ക് തൗബ തരണമേ, എന്റെ തൗബ നീ സ്വീകരിക്കണമേ. ഞാൻ നിന്നോട് മാപ്പപേക്ഷിക്കുമ്പോൾ, വിട്ടുവീഴ്ച ചെയ്യണമെന്ന് പറയുമ്പോൾ, പുറത്തു തരണമെന്ന് പറയുമ്പോൾ, മാപ്പാക്കണമെന്ന് പറയുമ്പോൾ, റബ്ബേ നീ എനിക്ക് മാപ്പ് നൽകണമേ, പാപമോചനം നൽകണമേ, എന്റെ തൗബ നീ സ്വീകരിക്കണമേ. ഫഇന്നക ഗാഫിറുൽ ദംബിൽ അളീം. നീ ഏത് വലിയ പാപവും പൊറുക്കുന്നവനാണ്. ആ പൊറുക്കുന്നതിൽ വെച്ച് ഏറ്റവും കൂടുതൽ അള്ളാഹു പൊറുക്കുന്ന രാവും പകലുമാണ് വിശുദ്ധ റമദാനിൻ്റെത്. അള്ളാഹു അവന്റെ അടിമകൾക്ക് കൊടുക്കുന്ന മഗ്ഫിറത്ത്, അവന്റെ അടിമകളോട് അവൻ കാണിക്കുന്ന അഫ്വ്, അവന്റെ അടിമകളോട് അവൻ കാണിക്കുന്ന റഹ്മത്ത് മറ്റെല്ലാ ദിവസങ്ങളെക്കാളും മാസങ്ങളെക്കാളും ഏറ്റവും കൂടുതൽ അവൻ കണക്കില്ലാതെ അനുഗ്രഹിക്കുന്ന, പുറത്തു കൊടുക്കുന്ന, മാപ്പ് നൽകുന്ന ഏറ്റവും അമൂല്യമായ രാവും പകലുമാണ് വിശുദ്ധ റമദാനിൻ്റെത്. അതുകൊണ്ട് അതിനുവേണ്ടി ആത്മാർത്ഥമായി ഉപയോഗപ്പെടുത്തണമെന്ന് വിനീതമായി എന്നെയും നിങ്ങളെയും ഞാൻ ഓർമ്മപ്പെടുത്തുകയാണ്. എന്താ ചോദിച്ചാൽ മാത്രം പോരെ, ചോദിച്ചാൽ മതി. ചോദിക്കാനുള്ള സന്മനസ്സില്ലെങ്കിൽ എങ്ങനെ? ചോദിച്ചാൽ മതി. ആവശ്യമെന്തുണ്ടെങ്കിലും പുഴയണ്ട, റബ്ബിന്റെ വാതിൽ മുട്ടണം മടിക്കണ്ട. തുറക്കും ക്ഷണം അത് സോദരാ വിധിയുള്ളതാ, ഖുർആനിലായി നമ്മോട് പ്രഖ്യാപിച്ചതാ. അൽ ബഖറയിൽ നീ നോക്കിയാൽ കാണുന്നതാ, സൂറത്ത് മൂമിനിലും പരസ്യം ചെയ്തതാ. എന്താവശ്യമുണ്ടെങ്കിലും റബ്ബിനോട് ചോദിച്ചാൽ മതി. അതാണല്ലോ വിശുദ്ധ റമദാൻ നോമ്പ് നിർബന്ധമാക്കി എന്ന് പറയുകയും നോമ്പിന്റെ ചില കർമ്മശാസ്ത്രപരമായ നിയമങ്ങൾ വിവരിക്കുകയും ചെയ്യുന്നതിനിടക്കാണല്ലോ അല്ലാഹു തആല സൂറത്ത് അൽ ബഖറയിൽ വഇദാ സഅലക ഇബാദി അന്നി ഫഇന്നി ഖരീബുൻ ഉജീബു ദഅവത്തദ്ദാഇ ഇദാ ദഅാനി ഫല്യസ്തജീബൂ ലീ വൽയുഅ്മിനൂ ബി ലഅല്ലഹും യർഷുദൂൻ. ആയത്ത് അവിടെയാണല്ലോ ഫിറ്റ് ചെയ്തത്. നമ്മൾ നേരത്തെ യാ അയ്യുഹല്ലദീന ആമനൂ കുതിബ അലൈക്കുമുസ് സിയാം നമ്മുടെ തുടക്കത്തിൽ നമ്മുടെ കുട്ടി ഓതിയത് നിങ്ങൾ കേട്ടില്ലേ? ഇനി ഈ ആയത്ത് കഴിഞ്ഞിട്ട് നോമ്പിന്റെ നിയമങ്ങളാ പറയുന്നത്. വഹില്ലലക്കും ലൈലത്തുൽ സിയാം റഫസു ഇലാ നിസായിക്കും. അതിനിടയ്ക്ക് ഈ ആയത്ത് കൊടുക്കാൻ എന്താ കാരണം? വഇദാ സഅലക ഇബാദി, എന്റെ അടിമകൾ എന്നെ പറ്റി നബിയെ അങ്ങോട്ട് അന്വേഷിക്കുകയാണെങ്കിൽ, ഞാനും അവരുമായിട്ടുള്ള ബന്ധം എങ്ങനെയാണ് എന്ന്, ഞാനും അവരുമായിട്ടുള്ള അടുപ്പം എങ്ങനെയാണ് എന്ന്, ഞാൻ അവരോട് എങ്ങനെയാണ് സമീപിക്കുന്നത് എന്ന് അറിയാൻ വേണ്ടിയുള്ള ത്വരയോടെ അങ്ങോട്ട് അന്വേഷിക്കുകയാണെങ്കിൽ ഞാൻ അവരുടെ സമീപത്തുണ്ട് എന്ന് പറയുക എന്ന് പറഞ്ഞില്ല ആയത്തിൽ. അതിന് പണ്ട് പിന്നെ മുഫസ്സിരിങ്ങൾ വ്യാഖ്യാനിച്ചു. എന്ന് പറയുക നബിയെ എന്താ പറയാതിരുന്നത്? അപ്പോൾ ഒരു ചെറിയ വിടവുണ്ട്. അടിമകളും ഉടമയുമായ അള്ളാഹും തമ്മിൽ നബി ഇടയ്ക്ക് പറയല്ലേ? അത് പറയണമെന്ന് പറയാതെ അള്ളാഹ് പറയാണ് ഞാൻ ഖരീബാണെന്ന് പറയുക നബിയെ എന്ന് പോലും പറയാതെ ഞാൻ എന്റെ അടിമകളുടെ സമീപത്തുണ്ട്. അവന്റെ സാഹചര്യം എന്താകട്ടെ, അവന്റെ വിഷയം എന്താകട്ടെ, അവന്റെ മുമ്പിലുള്ള പ്രശ്നം എത്ര വലുതാകട്ടെ, അപരിഹാര്യമായ പ്രശ്നമാണ് എന്ന് ലോകം എഴുതി തള്ളിയതാകട്ടെ, അസാധ്യം എന്ന് അവൻ കരുതിയതാകട്ടെ, കാര്യകാരണ ബന്ധങ്ങൾ അതീതമായി മാത്രം ചെയ്യാൻ കഴിയുന്ന കാര്യങ്ങളാകട്ടെ, പ്രശ്നമില്ല. എന്നോട് ചോദിച്ചാൽ അത് നിർവഹിച്ചു കൊടുക്കാൻ, അതിന് ഉത്തരം ചെയ്യാൻ, അത് നൽകാൻ ഞാൻ തയ്യാറാണ് നബി എന്ന് പറയുക. പ്രാർത്ഥിക്കുന്നവന്റെ പ്രാർത്ഥനക്ക് ഞാൻ ഉത്തരം ചെയ്യും, അവന്റെ പ്രാർത്ഥന എന്നോടാണെങ്കിൽ എന്ന നിബന്ധനയോടെ അടിവരയിട്ടുകൊണ്ട് അല്ലാഹു തആല പറയാണ്
فليستجيبوا لي. അതുകൊണ്ട് അവർ എനിക്ക് ഉത്തരം ചെയ്യട്ടെ, അല്ലെങ്കിൽ അവർ എന്നോട് ഇസ്തിജാബത്ത്, ഈ പ്രാർത്ഥനയ്ക്ക് ഉത്തരം ചോദിക്കട്ടെ. വൽയുമിനൂ ബി, എന്നിൽ അവർ വിശ്വസിക്കട്ടെ. ഞാൻ ചെയ്ത വാഗ്ദാനം സത്യമാണ്, ഞാൻ വാഗ്ദാനം അനുസരിച്ച് പ്രവർത്തിക്കുന്നവനാണ്, ഞാൻ ഒരിക്കലും വാഗ്ദാനം ലംഘിക്കുന്ന ആളല്ല എന്ന് അവർ വിശ്വസിക്കട്ടെ. എന്ന് പറയട്ടെ, ചോദിക്കട്ടെ. അത് തെറ്റ് ചെയ്തതാണെങ്കിൽ തെറ്റ്. കൂമ്പാരമായി നീ തെറ്റു ചെയ്താൽ തന്നെയും നീട്ടുന്ന കൈ തട്ടാത്ത റബ്ബാ പിന്നെയും ആരും എനിക്കില്ലല്ലോ നീ അല്ലാതെ എന്നും പറഞ്ഞു നീ കേഴണം വല്ലാതെ. എന്നാൽ അവൻ അതിനുത്തരം ചെയ്യുന്നതാ, ഓർത്തിട്ടു നീ തന്നെ എപ്പോഴും കരയുന്നതാ. എന്താ? നീയല്ലാതെ ആരുമില്ല റബ്ബേ പാപം കൊടുക്കാൻ. ولا يغفر الذنوب إلا أنت فاغفر لي مغفرة من عندك وارحمني إنك أنت الغفور الرحيم. നമ്മുടെ പ്രാർത്ഥന എങ്ങനെ? അല്ലാഹുവേ, ഞാൻ ധാരാളമായി തെറ്റ് ചെയ്തു, ഞാൻ നിന്നോട് പശ്ചാത്തപിക്കാം, നീ അല്ലാതെ പുറത്തു തരാനാണില്ല, അതുകൊണ്ട് പുറത്തു തരണം. റബ്ബിനോട് പറയാം, ആരും എനിക്കില്ലല്ലോ നീ അല്ലാതെ. പാവം പൊറുക്കാനേ. കുമ്പാരമായി നീ തെറ്റു ചെയ്താൽ തന്നെയും നീട്ടുന്ന കൈ തട്ടാത്ത റബ്ബാ പിന്നെയും ആരും എനിക്കില്ലല്ലോ നീ അല്ലാതെ എന്നും പറഞ്ഞു നീ തേടണം വല്ലാതെ. എന്നാൽ അവൻ അതിനുത്തരം നൽകുന്നതാ, ഓർത്തിട്ടു നീ തന്നെപ്പോഴും കരയുന്നതാ. കരഞ്ഞൊന്ന് പറഞ്ഞു നോക്കാണ്. മനുഷ്യ ജീവിതത്തിന്റെ ഏറ്റവും അനർഘമായ ആനന്ദദായകമായ സന്ദർഭമാണ് എന്ന് മനഃശാസ്ത്രകാരന്മാർ പറയുന്നുണ്ട്. സ്വന്തം ദൈവത്തോട്, അവർ ദൈവം എന്നേ പറയുന്നു, സാക്ഷാൽ ദൈവമായ റബ്ബായ അല്ലാഹുവിനോട് നമ്മുടെ സങ്കടങ്ങളും നമ്മൾ അനുഭവിക്കുന്ന പ്രയാസങ്ങളും പ്രതിസന്ധികളും നമ്മെ അലട്ടിക്കൊണ്ടിരിക്കുന്ന, നമ്മുടെ മുതുകിൽ നെരിച്ചുകൊണ്ടിരിക്കുന്ന പ്രയാസങ്ങളും റബ്ബിന്റെ മുമ്പിൽ അർപ്പിക്കുമ്പോഴാണ്, അവനെ സമർപ്പിക്കുമ്പോഴാണ്, അവനെ അത്താണിയായി കാണുമ്പോഴാണ്, എല്ലാം അവന് തവക്കുൽ ചെയ്യുമ്പോഴാണ്, ഇത് ഏറ്റെടുക്കണമെന്ന് അവനോട് പറയുമ്പോഴുള്ള ആ ഒരു മാനസികാവസ്ഥയാണ് മനുഷ്യ ജീവിതത്തിൽ അനുഭവിക്കുന്ന ഏറ്റവും ആനന്ദദായകമായ സന്ദർഭമെന്ന് മനഃശാസ്ത്രകാരന്മാര് പറയാണ്. എന്താ? നമ്മൾ വഹിക്കുന്നു, നിർവഹിക്കുന്നു എന്ന് കരുതുന്ന മുഴുവൻ കാര്യങ്ങളും അജയ്യനായ, അത്താണിയായ അല്ലാഹുവിൽ നമ്മൾ സമർപ്പിക്കുകയാണ്. എന്തൊരാശ്വാസം! ഞാൻ അത് പറയാനല്ല, അത് നമുക്കറിയാവുന്ന കാര്യമാണ്. അത്തരം അനുകൂലനങ്ങൾ ഏറ്റവും നമ്മളിലേക്ക് അടുത്ത് കിട്ടുന്നത്, അള്ളാഹു കണക്കില്ലാതെ കൊടുക്കുന്നത്, ആർക്ക് വേണം എന്ന് ചോദിച്ചുകൊണ്ടിരിക്കുന്നത് വിശുദ്ധ റമദാനിന്റെ രാവും പകലുമാണ്. അതുകൊണ്ട് എന്നോടും നിങ്ങളോടും ഞാൻ പറയാം, ചോദിച്ചു വാങ്ങാം അവന്റെ മഗ്ഫിറത്ത്, പാപമോചനം. റമദാൻ കഴിയുമ്പോൾ വിശുദ്ധനായ ആളായിട്ട് മാറാം. ലൈസ അലൈഹി ഖതിഅ, ഒരു പാപവും ഉണ്ടാകരുത്, പൊറുക്കപ്പെടാത്ത ഒരൊറ്റ പാപം ഉണ്ടാകരുത്. ആ വിധത്തിൽ പൊറുക്കപ്പെട്ട വിശുദ്ധനായ ആളായിട്ട് മാറണം. നമുക്ക് സ്വർഗത്തിൽ പ്രവേശിക്കണമെങ്കിൽ നമ്മൾ വിശുദ്ധരാകണം. അൽ ജന്നത്തു അർദുൻ ത്വയ്യിബ ലാ യദ്ഖുലുഹാ ഇല്ല ത്വയ്യിബൂൻ. സൂഫിയാക്കൾ പറഞ്ഞതാണെങ്കിലും ആശയം ശരിയാണ്. അൽ ജന്നത്തു അർദുൻ ത്വയ്യിബ, സ്വർഗം ഒരു വിശുദ്ധമായ പവിത്രമായ ലോകമാണ്. ലാ യദ്ഖുലുഹാ ഇല്ല ത്വയ്യിബൂൻ, വളരെ വിശുദ്ധരായ, ആത്മവിശുദ്ധരായ, ശാരീരിക വിശുദ്ധിയുള്ള ആളുകളല്ലാതെ അതിൽ പ്രവേശിക്കുകയില്ല. ഒരൊറ്റ കറ ഒരാളുടെ മനസ്സിലുണ്ടെങ്കിൽ സ്വർഗത്തിൽ ഉണ്ടാവില്ല. ആദം നബി ഒരൊറ്റ തെറ്റ് ചെയ്തപ്പോൾ അദ്ദേഹത്തിന്റെ ഹൃദയത്തിൽ ഒരു കറ മാത്രം, ഒരു കറുത്ത പുള്ളി മാത്രം, അള്ളാഹ് പറഞ്ഞു സ്വർഗത്തിൽ നിന്ന് പോകണം. ഈ നിലം അതിന് പറ്റിയതല്ല. അങ്ങനെ പോകണം നമ്മൾ റബ്ബിലേക്ക്. കഴുകി വൃത്തിയാക്കിയെടുത്ത വിശുദ്ധമായ മനസ്സോടുകൂടി അള്ളാഹുവിനെ സമീപിക്കാത്ത ആർക്കും യാതൊരു തരത്തിലും മറ്റൊന്നും പ്രയോജനപ്പെടാത്ത ദിവസമെന്ന് ഇബ്രാഹിം നബി അലൈഹിസ്സലാം അന്ത്യനാളിനെ പറ്റി പറയുകയാണ്. അതുകൊണ്ട് അങ്ങനെ പോകണമെങ്കിൽ നമ്മൾ പശ്ചാത്തപിക്കണം, പ്രാർത്ഥിക്കണം, ചോദിക്കണം, വാങ്ങണം. ഞാനത് ഇനി നീട്ടിപ്പരത്തി പറയുന്നില്ല.
എന്തുകൊണ്ട് അള്ളാഹുവിന്റെ വിശാലമായ കാരുണ്യത്തെ നമുക്ക് ചോദിച്ചുകൂടാ? ചോദിച്ചാൽ മതി. നിങ്ങളുടെ സാഹചര്യം എന്തായിക്കോട്ടെ, നമ്മൾ ആരായിക്കോട്ടെ, എത്ര തെറ്റ് ചെയ്തവനായിക്കോട്ടെ, ആവർത്തിച്ച് തെറ്റ് ചെയ്തവനായിക്കോട്ടെ, അള്ളാഹു തആല പറയാണ് ലാ ഉബാലി, എനിക്കത് വിഷയമേ അല്ല. ഒറ്റ കാര്യം മാത്രം ചെയ്യാതിരുന്നാൽ മതി, ഇതിൽ പങ്കു ചേർക്കരുത്. ഇന്നല്ലാഹ ലാ യഗ്ഫിറു അൻ യുശ്റക ബിഹി വയഗ്ഫിറു മാ ദൂന ദാലിക ലിമൻ യശാ. സൂറത്തുൽ നിസായിൽ അല്ലാഹു തആല രണ്ട് സ്ഥലത്ത് അതേ പദങ്ങൾ ആവർത്തിച്ച് പറഞ്ഞു. അതിന്റെ ആയത്തിന്റെ അവസാനം രണ്ടിടത്ത് രണ്ട് വിധത്തിലാണ്, പക്ഷെ അതുവരെ ഒരേപോലെയാണ്. ഇന്നല്ലാഹ, തീർച്ചയായും അല്ലാഹു, ലാ യഗ്ഫിറു, അല്ലാഹു തആല പൊറുക്കുകയില്ല. പരമകാരുണ്യകനായ ഈ പ്രപഞ്ചത്തെക്കാൾ കാരുണ്യം പ്രവഹിക്കുന്ന അല്ലാഹു ഈ പ്രപഞ്ചത്തോളം മുട്ടി നിൽക്കുന്ന പാപങ്ങളെ, 10 കോടാനുകോടി മനുഷ്യരുടെ പാപങ്ങളെ, ജിന്നുകളുടെ പാപങ്ങളെ പൊറുക്കുന്ന അല്ലാഹു അവൻ പോലും പൊറുക്കാത്ത, അല്ലെങ്കിൽ അവൻ പൊറുക്കാത്ത ഒരൊറ്റ കാര്യമേ ഉള്ളൂ, അവനിൽ പങ്കു ചേർക്കപ്പെടുന്നത്, ആരാധനയിൽ അവനോട് പങ്കു ചേർക്കപ്പെടുന്നത് അവൻ പൊറുക്കുകയില്ല. അതിന് താഴെയുള്ളതോ അല്ലെങ്കിൽ അതല്ലാത്തതോ ആയ പാപങ്ങൾ അവൻ ഉദ്ദേശിച്ചവർക്ക് പുറത്തു കൊടുക്കും. അല്ലാഹു തആല തന്നെ പറയാണ്, ഭൂമി നിറയെ പാപവുമായി എന്നെ ഒരു അടിമ സമീപിച്ചാൽ നാളെ പരലോകത്ത് വന്നാൽ അത്ര തന്നെ പാപമോചനവുമായിട്ട് ഞാൻ അവന്റെ അടുത്തേക്ക് പോകുന്നതാണ്. നമുക്ക് ആശ നൽകുന്ന, ആവേശം നൽകുന്ന, സമാധാനം നൽകുന്ന, ആശ്വാസം നൽകുന്ന വാക്കുകൾ അള്ളാഹുവിൻ്റെത് അവന്റെ പ്രവാചകൻ നമ്മെ പഠിപ്പിക്കും. ഞാൻ നിങ്ങളോട് നേരത്തെ പറഞ്ഞിട്ടുണ്ട്, ഞാൻ എൻ്റെതായ ഒരു രീതിയിലാണ് പോവുക. എനിക്കിതിനോടാണ് താല്പര്യം. അതിൽ ആളുകൾക്ക് താല്പര്യം ഉണ്ടാക്കിയെടുക്കുക, അത് നമ്മൾ സ്വയം ഉണ്ടാകേണ്ടതാണ്. മനസ്സിൽ നിന്ന്, ഹൃദയത്തിന്റെ അടിത്തട്ടിൽ നിന്ന് സ്വാഭാവികമായി പുറത്തേക്ക് വരേണ്ടതാണ്. ഉണ്ടായിത്തീരേണ്ടതാണ്, ഉണ്ടാക്കേണ്ടതല്ല, ഉണ്ടാവേണ്ടതാണ്. അതിന് പറ്റിയ നല്ല അവസരം, എന്തും ചോദിച്ചു വാങ്ങാൻ പറ്റിയ അവസരം. എന്റെ ജീവിതത്തെ വിശുദ്ധമാക്കണം, അതിന്റെ തഖ്വ എന്ന്. അതിനാണല്ലോ നോമ്പ്. എന്താണ് നോമ്പ്? നോമ്പ് എന്താണ്? അസ്സൗം, നോമ്പ് എന്താണ്? സിയാം. അസ്സൗം, നോമ്പ് എന്ന് പറഞ്ഞാൽ അൽ ഇംസാഖു, പിടിച്ചു വെക്കലാണ്. പിടിച്ചു വെക്കാൻ. എന്ത് പിടിച്ചു വെക്ക? അംസക്ക യുംസിക്കുന്ന പിടിച്ചു വെക്ക, നിയന്ത്രിക്കുക. ഒന്നുകൂടി പണ്ഡിതന്മാർ അതിനെ വിശദീകരിക്കുന്നു. ഇംസാഖുൽ ജവാരിഹി അനിൽ മഹാരിമി, ഹറാമായ കാര്യങ്ങളിൽ നിന്ന്, അല്ലാഹു തആല അരുതെന്ന് പറഞ്ഞ കാര്യങ്ങളിൽ നിന്ന്, റബ്ബ് നിരോധിച്ചിട്ടുള്ള കാര്യങ്ങളിൽ നിന്ന്, നിഷിദ്ധമായ കാര്യങ്ങളിൽ നിന്ന് മനുഷ്യ നിന്റെ ശരീരത്തിന്റെ മുഴുവൻ അവയവങ്ങളെയും നീ നിയന്ത്രിക്കുന്നതിനാണ്, കടിഞ്ഞാനിട്ട് നിർത്തുന്നതിനാണ് നോമ്പെന്ന് പറയുക. എത്ര സുന്ദരമായ നിർവചനമാണ്! വളരെ മൂജസായ നിർവചനമാണ്. അതേ സമയത്ത് അത് ശാമിലും ജാമ്യവും മാന്യവുമായ നിർവചനമാണ്. മനുഷ്യന്റെ കണ്ണ്, അവന്റെ ഹൃദയം, അവന്റെ കാത്, അവന്റെ കൈ, അവന്റെ കാൽ, അവന്റെ ശരീരം മുഴുവൻ, അവന്റെ പശ്ചാത്തലം, അവന്റെ സാഹചര്യം, അവന്റെ സമ്പാദ്യം മുഴുവനും ഹറാമിൽ നിന്ന് സമ്പൂർണമായിട്ട് പിടിച്ചു വെക്കുക, നിയന്ത്രിക്കുക. വളരെ അവധാനതയോടെ, ശ്രദ്ധാപൂർവം. കഴിഞ്ഞ 11 മാസം അനിയന്ത്രിതമായി സഞ്ചരിച്ചു കൊണ്ടിരുന്ന, ഹറാമിന്റെ മേഖലകളിലൂടെ സഞ്ചരിച്ചു കൊണ്ടിരുന്ന നിന്റെ ഹൃദയത്തെ, ഹറാമിന്റെ ഭാഗങ്ങളിലേക്ക് പായിച്ചു കൊണ്ടിരുന്ന നിന്റെ കണ്ണുകളെ, ഹറാമിന്റെ ശബ്ദങ്ങൾ കേട്ട് ആനന്ദിച്ചിരുന്ന നിന്റെ കാതുകളെ, ഹറാമ് സമ്പാദിക്കുവാനും പ്രവർത്തിക്കുവാനും പിടിക്കുവാനും സ്പർശിക്കുവാനും ഉപയോഗിച്ചിരുന്ന നിന്റെ കൈകളെ, ഹറാമിലേക്ക് നടന്നു പോയിരുന്ന നിന്റെ കാലുകളെ, അങ്ങനെ ശരീരത്തിന്റെ ആദ്യം മുതൽ അവസാനം വരെയുള്ള മുഴുവൻ അവയവങ്ങളെയും സമ്പൂർണമായി നിയന്ത്രിച്ച് ഒരു വളരെ കൃത്യതയോടെ ധാർമ്മികതയുടെ സീമകൾക്കുള്ളിൽ നിന്നുകൊണ്ട്, സീമകൾ അതിലംഘിക്കാതെ അതിനെ നിയന്ത്രിച്ച് പരിശീലിച്ചെടുക്കുക. സാന്ദർഭികമായിട്ട് പറയാണ്, മനഃശാസ്ത്രകാരന്മാര് പറയാണ്,
ഒരു മനുഷ്യൻ 28 ദിവസം ഒരു കാര്യം ശീലമാക്കിയാൽ 29ാമത്തെ ദിവസം ആ കാര്യം സ്വാഭാവികമായിട്ട് അവൻ ചെയ്യും. അള്ളാഹു ഇത്ര ശാസ്ത്രീയപരമായിട്ടാണ് നോമ്പ് നിർബന്ധമാക്കിയത്. 28 നോമ്പ് കിട്ടാത്ത ഒരാളുണ്ടാവില്ല. ഇപ്പോഴാ ശാസ്ത്രം പറയുന്നു 28 ദിവസം അനാവശ്യമായ കാര്യങ്ങൾ ചിന്തിക്കാതെ ഹൃദയത്തെ നിയന്ത്രിച്ചു കൊണ്ടുപോയാൽ, 28 ദിവസം ഹറാമിലേക്ക് നോക്കാതെ കണ്ണിനെ നിയന്ത്രിച്ചു പോയാൽ, 28 ദിവസം ഹറാമ് കാതുകൊണ്ട് കേൾക്കാതെ പോയാൽ, 28 ദിവസം ശീലമുള്ളതാണെങ്കിലും കൈകൊണ്ട് ഒരു ഹറാമ സ്പർശിക്കാതെ പോയാൽ അതൊരു പരിശീലനമാണ്. ആ പരിശീലന കളരി മുന്നോട്ട് കൊണ്ടുപോകാൻ അതവന് സഹായകമാണ്. 29 30 ദിവസം നീണ്ടു നിൽക്കുന്ന നോമ്പ് വരാനിരിക്കുന്ന 11 മാസത്തേക്ക് വിശ്വാസിക്കുള്ള അതിശക്തമായ കവചമാണ് എന്ന് മഹാനായ പ്രവാചകൻ പറയുകയാണ്. അസ്സൗമു ജുന്നത്തുൻ, നോമ്പൊരു കവചമാണ്. എന്താ കവചം? കവചം എന്താണ്? പ്രതിരോധം. എന്ത് പ്രതിരോധം? തിന്മകൾ ചെയ്യാതിരിക്കാനുള്ള, തിന്മകൾ വന്നു പോകാതിരിക്കാനുള്ള, തിന്മകളിൽ നിന്ന് സമ്പൂർണമായി വിട്ടുനിൽക്കാനുള്ള, ഹറാമിലേക്ക് പോകാതിരിക്കാനുള്ള, നരകത്തിലേക്ക് പോകാതിരിക്കാനുള്ള ഒരു മറയാണ്, കവചമാണ്, പടയങ്കിയാണ്, അല്ലെങ്കിൽ പ്രതിരോധമാണ് പിന്നെ നോമ്പ് എന്ന് മഹാനായ പ്രവാചകൻ പറയുന്നത് ആ അർത്ഥത്തിലാണ്. അതിനാണ് ഹലാലായത് പോലും അല്ലാഹു തആല ഹറാമാക്കിയിട്ടുള്ളത്. ഭക്ഷണം കഴിക്കൽ ഹലാലാണ്, അനുവദിക്കപ്പെട്ട കാര്യമാണ്, ചിലപ്പോൾ നിർബന്ധമാണ്. നിർബന്ധമായി വരുന്ന ഭക്ഷണം കഴിക്കലുണ്ട്. നമ്മുടെ ജീവൻ നഷ്ടപ്പെടുന്ന സമയത്ത് ഭക്ഷണം കഴിക്കാതിരിക്കൽ ഹറാമാണ്, ഭക്ഷണം കഴിക്കൽ നിർബന്ധമാണ്. അപ്പൊ ഭക്ഷണം കഴിക്കൽ നിർബന്ധമോ അനുവദനീയമോ ആയ കാര്യമാണ്. അതാണ് പ്രഭാതം മുതൽ പ്രദോഷം വരെ അരുതെന്ന് അള്ളാഹു പറഞ്ഞിട്ടുള്ളത്. പ്രബോദോഷായാലോ മകരിമണ്ടായാലോ നമുക്ക് കഴിക്കാം. പിന്നെ എന്തിനാ ഇത് 10, 13, 14 മണിക്കൂർ വേണ്ടാന്ന് പറഞ്ഞത്? അത് വേണ്ടാത്ത കാര്യങ്ങൾ ചെയ്യാനുള്ള പരിശീലനത്തിന് ശക്തി പകരാൻ. എന്നോട് എൻ്റെ ഒരു സുഹൃത്ത് പറഞ്ഞു, എൻ്റെ ഒരു സുഹൃത്ത് എന്താണ്, ഞാൻ നദുവത്തിലൊക്കെ പഠിപ്പിച്ചിരുന്ന, ഫസ്ലുവിനൊക്കെ പഠിപ്പിച്ചിരുന്ന കാലത്ത് അവിടെ നിന്നൊരു സുഹൃത്ത് പറഞ്ഞു, അള്ള ഈ നോമ്പ് നിർബന്ധാക്കിയത് വെറുതെ നല്ല പുസ്തകം, നോമ്പാണ് നോറ്റണ്ടല്ലോ, എല്ലാ വേണ്ടാത്തരും തോന്നാതിരിക്കും, തോന്നൂല വലിയൊരു വേണ്ടാത്തരും. നല്ല വിശപ്പുള്ള ഒരാളാണ്, വിശപ്പിന് സഹിച്ചിട്ട് ദാഹം സഹിച്ചിട്ട് അവൻ പറയാണ് വെറുതെ അല്ല നോമ്പ് നിർബന്ധാക്കിയിരിക്കുന്നത്, ഒരു വേണ്ടാത്തരും തോന്നൂല. ആ ജാതിയാണ് നോമ്പ്. അതിനാണ് അത് തന്നിട്ടുള്ളത്. അനുവദിക്കപ്പെട്ടത് ഏതാനും സമയം അനുവദിക്കപ്പെടാതെ മാറ്റി വെച്ചിരിക്കുകയാണ്, അല്ലാതെ അത് ഹറാമാക്കിയിട്ടില്ല. അതുപോലും ഈ ടൈമിൽ ഹറാമാണ്. 14 മണിക്കൂറിൽ ഹറാമാണ്. എന്തിനാണ് 14 മണിക്കൂറിൽ ഹറാമാകുന്നത്? ആത്മീയത മാത്രം ഉദ്ദേശിച്ചല്ല, അവന്റെ ശാരീരികമായ ഗുണവും ആരോഗ്യവും കൂടി ഉദ്ദേശിച്ചാണ്. റസൂൽ പറയാണ്, നോമ്പനുഷ്ഠിക്കുകയും ആരോഗ്യമുള്ളവരാകുകയും. ഞാനത് ഇപ്പോൾ ഇവിടെ വിശദീകരിക്കുന്നില്ല, അതിന് സമയമല്ല. നമ്മുടെ ഉമ്മമാർ ഇവിടെ ഇരിക്കുന്നുണ്ട്. അവരുടെ കുട്ടികൾ നോമ്പ് നോൽക്കുമ്പോൾ, സ്കൂളിൽ പോകുമ്പോൾ അവരെ കൊടുക്കുന്ന ഉപദേശമാണ് എല്ലാ ദിവസവും നോമ്പ് നോൽക്കണ്ട, ക്ഷീണിക്കുള്ളൂ. ഇസ്ലാം പഠിപ്പിക്കാണ് നോമ്പനുഷ്ഠിക്കുക, ആരോഗ്യമുള്ളവരാവുക. ശരീരം ക്ഷീണിക്കും, ആരോഗ്യം വർദ്ധിക്കും. അതാണ് നോമ്പിന്റെ പ്രത്യേകത. ശരീരത്തിൽ ഈ 11 മാസം അനിയന്ത്രിതമായി നമ്മൾ വേണ്ടുവോളമോ അല്ലാതെയോ അനാവശ്യമായോ അസ്ഥാനത്തോ അസമയത്തോ കഴിച്ചിട്ടുള്ള ഭക്ഷണത്തിന്റെ ആധിക്യം കാരണം നമ്മുടെ ശരീരത്തിൽ അടിഞ്ഞുകൂടിയിട്ടുള്ള കൊഴുപ്പുകളും അതേപോലെ തന്നെ ആ അനാവശ്യമായിട്ടുള്ള ആ അസംസ്കൃത വസ്തുക്കളും നമ്മുടെ ശരീരത്തിൽ നിന്ന് സമ്പൂർണമായി ഒഴിഞ്ഞുപോയി നമുക്ക് ആരോഗ്യത്തെ വീണ്ടെടുക്കാനുള്ള ഒരു നല്ല സന്ദർഭമാണ്. ലോകത്തൊരു മതത്തിലും ഒരു ദർശനത്തിലും ഒരു സംസ്കാരത്തിലും ഒരു മാതൃകയിലും അതില്ല. ഇങ്ങനെ ഒന്നുണ്ടായെങ്കിൽ എന്ന് ആഗ്രഹിക്കാത്ത മാനവരാശിയിൽ ഒരൊറ്റ സമുദായവും ഇല്ല എന്നതാണ് പ്രത്യേകത. മുസ്ലിങ്ങളെ പോലെയുള്ള ഒന്നും കഴിക്കാത്ത 14 മണിക്കൂർ നീണ്ടു നിൽക്കുന്ന വ്രതമെന്ന നോമ്പെന്ന മഹത്തായ ആരാധന നമ്മളിൽ ഇല്ലാതെ പോയല്ലോ, ലോകത്തില്ലാതെ പോയല്ലോ. അത് ലോകത്തിന്റെ നിയമമാകാതെ പോയല്ലോ, അത് ലോകത്ത് നിയമമാക്കാൻ കഴിയാതെ പോയല്ലോ എന്നതാണ് അവരുടെ സങ്കടം. അവർ അത്ഭുതത്തോടു കൂടി ചോദിക്കാണ്, സത്യത്തിൽ നിങ്ങൾ 14 മണിക്കൂർ ഒന്നും കഴിക്കുന്നില്ലേ എന്ന്. അവർക്ക് അത്ഭുതം.
കഴിയില്ല എന്നാ അവരുടെ ധാരണ. കഴിയും. എന്തിനു കഴിയും? ഞാൻ നേരത്തെ പറഞ്ഞ ആത്മീയതയെ വീണ്ടെടുക്കാനാണ്. അല്ലാതെ നമ്മളെ വിഷമിപ്പിക്കാനാണെങ്കിൽ പകല് രാത്രി കഴിക്കണ്ടെന്നല്ലേ പറയാം, രാത്രി കഴിക്കരുത് എന്നല്ലേ. രാത്രി കഴിക്കാതിരിക്കുന്നത് ഹറാമാണ്, വിസ്വാല് പാടില്ല. നോമ്പ് മുറിക്കാതെ തൊട്ടടുത്ത ദിവസം കൂടി നോമ്പ് തുടർന്ന് നോൽക്കൽ ഹറാമായ കാര്യമാണ്. അപ്പൊ കഴിക്കണം, ഭക്ഷണം കഴിക്കാം, പക്ഷെ ഏതാനും മണിക്കൂർ കഴിക്കരുത്. അതെന്തിനാ? ഹറാമിൽ നിന്ന് വിട്ടു നിൽക്കാൻ ഹലാലിനെ പോലും മാറ്റിവെക്കുക. പക്ഷേ ആളുകളുടെ ധാരണ നോമ്പെന്ന് പറഞ്ഞാൽ പ്രഭാതം മുതൽ പ്രദോഷം വരെ ഭക്ഷണപാനീയങ്ങൾ കഴിക്കാതിരിക്കുക, ഭാര്യ ഭർത്താക്കന്മാർ കുടുംബമായിട്ട് ജീവിക്കാതിരിക്കുക, ദാമ്പത്യ ജീവിതത്തിൽ ഏർപ്പെടാതിരിക്കുക, ഇതാണെന്നാണ്. ഇത് രണ്ടും അള്ളാഹു രാത്രിയായാൽ അനുവദിച്ചിട്ടുള്ള കാര്യമാണ്. അതല്ല നോമ്പ്. അപ്പൊ നോമ്പെന്ന് പറയുന്നത്, ഞാൻ അവസാനിപ്പിക്കും, നോമ്പെന്ന് പറയുന്നത് ആദ്യമായി നമ്മുടെ ഹൃദയത്തിനാണ് വേണ്ടത്. ആ ഹൃദയത്തിന്റെ കണ്ണാടിയായ കണ്ണിനാണ് വേണ്ടത്. ആ ഹൃദയത്തിൽ നിന്ന് പ്രചോദിതമാകുന്ന കാതിനാണ് വേണ്ടത്. ആ ഹൃദയത്തിന്റെ നിർദ്ദേശമനുസരിച്ച് പ്രവർത്തിക്കുന്ന കയ്യിനാണ് വേണ്ടത്. ആ ഹൃദയത്തിന്റെ മനസ്സിന്റെ തേട്ടമനുസരിച്ച് പ്രവർത്തിക്കുന്ന തലക്കാണ് നോമ്പ് വേണ്ടത്. തലക്കാണ് നോമ്പ് വേണ്ടതെന്ന് ഞാൻ പറയുന്നത് ഒരു സഹോദരിയെ ഉദ്ദേശിച്ചല്ല, മുസ്ലിം സഹോദരിമാരെ ഉദ്ദേശിച്ചാണ്. അല്ലാഹു തആല മറക്കണമെന്ന് പറഞ്ഞ ഭാഗമായ തലയിലെ മുടി മറക്കാതെ, എന്റെ കഴുത്ത് മറക്കാതെ, എന്റെ കൈയിന്റെ കൈ ഒഴിച്ചുള്ള ബാക്കി ഭാഗങ്ങൾ മറക്കാതെ ആ ഹറാമ് ചെയ്തുകൊണ്ട് നീ എന്തിനാണ് പട്ടിണി കിടക്കുന്നത്? അത് ഹറാമാണ്, വളരെ വ്യക്തമായ ഹറാമാണ്. അല്ലാഹുവിന് നേരത്തെ പറഞ്ഞതുപോലെ ഒരു രീതിയുണ്ട്, ഒരു സ്വഭാവമുണ്ട്. അവന്റെ അടിമകൾ, ദാസന്മാർ എങ്ങനെയാകണം, ദാസിമാർ എങ്ങനെയാകണം? അവന്റെ ദാസിമാരെ അവൻ ഇഷ്ടപ്പെടുന്നത് അവർക്ക് പ്രായപൂർത്തിയായാൽ അവരുടെ മുൻകൈയും മുഖവും ഒഴിച്ചുള്ള മുഴുവൻ ഭാഗങ്ങളും മറച്ചുകൊണ്ട് തന്നെ ജീവിക്കണം. അതൊക്കെ ഇങ്ങനെ ഒഴിവാക്കിയിട്ട് ആ ഹറാം ഇങ്ങനെ ചെയ്തിട്ട് നമ്മുടെ പെൺകുട്ടികളൊക്കെ കോളേജിലും സ്കൂളിലും പോവുക, നോമ്പ് നോറ്റ് പരിക്ഷീണരായിട്ട് വരിക, ഒരു കാര്യമില്ല. കേട്ട് ആവർത്തനം കാരണം വിരസത വന്നുപോയിട്ടുള്ള പഴഞ്ചനായ ഒരു ഹദീസാണ്. അല്ലാഹുവിന്റെ റസൂൽ പറയാണ്, തെറ്റായ വാക്കും തെറ്റായ പ്രവൃത്തിയും ഒരാൾ ഒഴിവാക്കുന്നില്ലെങ്കിൽ ഈ മഹൽ പ്രപഞ്ചത്തിന്റെ സൃഷ്ടികർത്താവും സംരക്ഷകനും പരിപാലകനുമായ അല്ലാഹുവിന് ആവശ്യമില്ല ആ വ്യക്തി കുറച്ച് വെള്ളം കുടിക്കാതിരിക്കുക, ഭക്ഷണം കഴിക്കാതിരിക്കുക, അതൊന്നും പടച്ചവന് വലിയ താല്പര്യമില്ല. അങ്ങനെയൊന്നും ഉണ്ടാക്കി അങ്ങനെയൊക്കെ പ്രയാസപ്പെട്ടിട്ട് നിങ്ങൾ ബുദ്ധിമുട്ടിയിട്ട് നോമ്പനുഷ്ഠിച്ചിട്ട് വേണ്ട റബ്ബിന്റെ ഇസ്സത്ത് നിലനിൽക്കാൻ, അവന്റെ പ്രതാപം, അവൻ ആരാ? അപ്പോ അവന് വേണ്ടി ആത്മാർത്ഥമായിട്ടാണെങ്കിൽ നാവ് നിയന്ത്രിക്കണം, കണ്ണ് നിയന്ത്രിക്കണം, കാത് നിയന്ത്രിക്കണം, ശരീരം മുഴുവൻ നിയന്ത്രിക്കണം, കൈ നിയന്ത്രിക്കണം, സമ്പാദ്യം നിയന്ത്രിക്കണം, എല്ലാം വേണം. ഞാൻ ആ ഭാഗം ഞാൻ നെട്ടിപ്പരച്ച് പറയുന്നില്ല. അതാണ് നോമ്പ്. ഞാൻ ഒന്നുകൂടി അത് പറഞ്ഞ് അവസാനിപ്പിക്കാം. നോമ്പ് എന്ന് പറഞ്ഞാൽ ഇംസാഖുൽ ജവാരിഹി, മനുഷ്യന്റെ ശരീരത്തിന്റെ മുഴുവൻ അവയവങ്ങളെയും നീ കരുതലോടെ ശ്രദ്ധയോടെ അമർത്തിപ്പിടിച്ച് നിയന്ത്രിക്കണം. അനിൽ മഹാരമി, ഹറാമായ കാര്യങ്ങളിൽ നിന്ന്, നിഷിദ്ധമായ കാര്യങ്ങളിൽ നിന്ന്. അതാണ് കേട്ടോ നോമ്പ്. സാന്ദർഭികമായി ഉണർത്താണ്. അങ്ങനെ നോമ്പ് നോക്കാം, എന്നാലാണ് ആ പ്രതിഫലമൊക്കെ കിട്ടുന്നത്. എല്ലാ സൽക്കർമ്മങ്ങളും നമ്മളുടെ പാപങ്ങൾ പൊറുപ്പിക്കുന്ന നോമ്പ് നമ്മുടെ പാപങ്ങൾ പൊറുപ്പിക്കും. അള്ളാഹു ഏറ്റവും കൂടുതൽ പാപങ്ങൾ പൊറുക്കുന്ന ദിവസങ്ങളാണ്, ഏറ്റവും കൂടുതൽ കരുണ ചെയ്യുന്ന ദിവസങ്ങളാണ്. ഇനി മറ്റൊരു കാര്യം, എന്താണ് ഈ റമളാനിൽ നോമ്പ് നിർബന്ധമാക്കാനുള്ള കാരണം? റമളാനിൽ നോമ്പ് നിർബന്ധമാക്കാനുള്ള കാരണം എന്താണ്? അറബി മാസങ്ങളിലെ 12 മാസങ്ങളിൽ 9ാമത്തെ മാസമായ റമളാനിന്റെ പ്രത്യേകമായ സവിശേഷത എന്താണ്? 4 മാസങ്ങൾ പവിത്രമായ മാസങ്ങളാണെന്ന് വിശുദ്ധ ഖുർആൻ പറയുന്നുണ്ട്. യുദ്ധം നിഷിദ്ധമായ മാസങ്ങളാണ്. വിശ്വാസികൾ തമ്മിൽ യുദ്ധം ചെയ്യുകയാണെങ്കിൽ ആ മാസമെത്തിയാൽ യുദ്ധം അവസാനിപ്പിക്കണം.
ആ മാസത്തിൽ യുദ്ധത്തിന് പുറപ്പെടാനോ യുദ്ധം ചെയ്യാനോ പാടില്ലാതെ പവിത്രമായി കാണേണ്ട 4 മാസങ്ങളിൽ റമദാൻ മാസമില്ല. അവിടെ ദുൽഖഅദും ദുൽഹിജ്ജയും മുഹറമും റജബുമാണ്. അത് പരിശുദ്ധമായ കഅബയിൽ ഹജ്ജിനും ഉംറയ്ക്കുമൊക്കെ പോയി വരാനുള്ള അവസരം, അനുകൂലമായ അവസരം, നിർഭയപരമായ അവസരം സൃഷ്ടിക്കുവാൻ വേണ്ടിയാണ്. ആ മാസത്തിലല്ല ഖുർആൻ ഇറങ്ങിയത്. ഖുർആൻ റമദാൻ മാസത്തിലാണ്. എന്താണ് റമദാൻ മാസത്തിൽ ഇറങ്ങാൻ കാരണം? റമദാനിലാണ്. ഇവിടെ നേരത്തെ പറഞ്ഞതുപോലെ പരിശുദ്ധ ഖുർആനിന്റെ അവതരണം ആരംഭിച്ചത് റമദാനിലാണ്. അതാണ് കാരണം. അപ്പോ റമദാനാണോ ഖുർആനാണോ മുകളിൽ? പരിശുദ്ധ റമദാനിന്റെ സകലമായ സവിശേഷതകളും മറ്റൊരു മാസത്തിൽ ഒരു ഫർള് നിർവഹിച്ചാൽ റമദാനിൽ 70 ഫർള് നിർവഹിച്ച കൂലിയാണെന്നും, റമദാനിൽ ഒരു സുന്നത്ത് നിർവഹിച്ചാൽ 70 സുന്നത്തെടുത്ത കൂലിയാണെന്നും, റമദാനിന്റെ നോമ്പിന്റെ കൂലി ഇത്ര എന്ന് നിജപ്പെടുത്തുക സാധ്യമല്ല എന്നും, അത് ഞാൻ അങ്ങ് വാരിക്കോരി കൊടുക്കുകയാണ് ചെയ്യുക എന്നും, റമദാനിന്റെ ദിനരാത്രങ്ങൾ വിട്ടുവീഴ്ചയുടെയും മാപ്പിന്റെയും നരകമോചനത്തിന്റെയും സ്വർഗീയ പ്രവേശനത്തിന്റെയും ദിനരാത്രങ്ങളാണ് എന്നും പറഞ്ഞുകൊണ്ട് റമദാനിനെ അത്യധികം ആദരിച്ച് അതിനെ പ്രപഞ്ചത്തോളം ഉയർത്തി വെക്കുവാനുള്ള കാരണം എന്താണ്? പരിശുദ്ധ ഖുർആനിന്റെ അവതരണം റമദാനിലായത് കൊണ്ട് മാത്രമാണ്. റമദാനിന്റെ സകലമായ പ്രത്യേകതകളുടെയും സവിശേഷതകളുടെയും കാരണക്കാരൻ വിശുദ്ധ ഖുർആനാണ്. അപ്പൊ ഖുർആൻ വിസ്മരിച്ചുകൊണ്ട് റമദാനിനെ സമ്പൂർണമായി നല്ല രീതിയിൽ സ്വീകരിച്ച് തിരിച്ചയക്കാൻ നമുക്ക് സാധിക്കില്ല. അപ്പൊ എന്ത് വേണം? ഖുർആനുമായിട്ട് ഇവിടെ നേരത്തെ പറഞ്ഞതുപോലെ ഗാഢമായ ബന്ധം നിലനിർത്തണം. റമദാനിൽ എല്ലാ കാലത്തും എല്ലാ സമയത്തും, പ്രത്യേകിച്ച് റമദാനിലാണ് വിശുദ്ധ ഖുർആനിന്റെ അവതരണം. ഒറ്റ വാക്കിൽ പറഞ്ഞാൽ പരിശുദ്ധ ഖുർആനിന്റെ അവതരണത്തിന്റെ വാർഷിക ആഘോഷമാണ് റമദാൻ. നമുക്ക് അങ്ങനെ ഒരു ആഘോഷം കൂടിയുണ്ട്. 2 ചെറിയ പെരുന്നാൾ ആഘോഷമാണ്, റമദാനും ആഘോഷമാണ്. പക്ഷെ മുസ്ലിങ്ങളുടെ ആഘോഷം മുഴുവനും ആരാധനയിൽ വിരുദ്ധമാണ്. ആരാധന ചേർത്തിക്കൊണ്ടുള്ളതാണ്, ഭക്തി ചേർത്തിക്കൊണ്ടുള്ളതാണ്, ആരാധനയിൽ അധിഷ്ഠിതമാണ്. അതാണ് മുസ്ലിങ്ങളുടെ ആരാധനകളുടെ ആഘോഷങ്ങളുടെ പ്രത്യേകത. അതിൽ ദൈവസ്മരണയാണ്, മനുഷ്യരോടുള്ള സ്നേഹവും വാത്സല്യവുമാണ്, അവരെ കൂടി ഉയർത്തിക്കൊണ്ടുവരലാണ്, അവരെ കൂടി നമ്മളോടൊപ്പം എത്തിക്കലാണ്. അതാണ് റമദാനിനെ പറ്റി റസൂലുള്ളാഹി പറഞ്ഞത്. അത് സമത്വത്തിന്റെ മാസമാണ്. കഴിവുള്ള നീ കഴിവില്ലാത്തവന് ധാരാളമായി കർമ്മം ചെയ്യേണ്ട മാസമാണ് വിശുദ്ധ റമദാനിൻ്റെത്. അത് മുസാവാത്തിന്റെ മാസമാണ്. പാവപ്പെട്ടവൻ അവൻ നിന്നോടൊപ്പം ഉയരട്ടെ, നിന്നോടൊപ്പം തോളത്തട്ടെ, സാമ്പത്തികമായി അവൻ അഭിവൃദ്ധി പ്രാപിക്കട്ടെ, നീയും അവനും സമമാകത്തക്ക വിധത്തിൽ നിർലോഭമായി നീ നിന്റെ ധനം പാവപ്പെട്ടവനിലേക്ക് എത്തിക്കേണ്ട ദാനധർമ്മത്തിന്റെ മാസമാണ് വിശുദ്ധ റമദാൻ മാസം. മഹാനായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ കാന അജ്വദൻ നാസി, ജനങ്ങളുടെ കൂട്ടത്തിൽ ഏറ്റവും ധർമ്മിഷ്ഠനാണ് പ്രവാചകൻ. അങ്ങനെയുള്ള പ്രവാചകന്റെ ജീവിതത്തിൽ ഏറ്റവും കൂടുതലായിട്ട് റസൂലുള്ളാഹി ധർമ്മം ചെയ്യുന്നത്, സ്വതക്ക ചെയ്യുന്നത് റമദാൻ മാസത്തിലാണ്. അപ്പൊ അതൊക്കെ റമദാനിലാണ്. പക്ഷെ ഇതൊക്കെ റമദാനിലാകാനുള്ള കാരണം ഖുർആനിന്റെ അവതരണം റമദാനിലാണ്. അതിന്റെ അവതരണത്തിന്റെ തുടക്കം റമദാനിലാണ്. ജബലുന്നൂറിലെ ആ പർവ്വത ശൃംഖലത്തിന്റെ പർവ്വതനിരയിലെ അതിന്റെ ഉച്ചിയിലെ ആ മാളത്തിൽ മഹാനായ പ്രവാചകൻ ഇരിക്കുകയാണ്. അപ്പോൾ അവിടെ ഇരുട്ടാണ്, ഊരിരുട്ടാണ്. ആ ഇരുട്ടിൽ സ്വാഭാവികമായും അറബി മാസത്തിന്റെ റമദാൻ മാസത്തിന്റെ അവസാനത്തെ രാത്രികളിൽ ഒരു രാത്രിയാണ്. സ്വാഭാവികമായും കൂരിരുട്ടുള്ള അന്നൂർ പ്രകാശം എന്ന പേരുള്ള ആ പർവ്വത ശിലയിലാണ് യഥാർത്ഥത്തിൽ വഹി ഇറങ്ങുന്നത്. ജിബ്രീൽ അലൈഹിസ്സലാം മുഹമ്മദ് നബിക്ക് പ്രത്യക്ഷപ്പെട്ട സൂറത്തുൽ അലഖിന്റെ ആദ്യത്തെ 5 ആയത്തുകൾ ഓതി കേൾപ്പിക്കുന്നത്. അതിന്റെ തുടക്കം കുറിച്ചത് ആ റമദാൻ മാസത്തിലാണ്. ചില പണ്ഡിതന്മാർ വിശുദ്ധ ഖുർആനിന്റെ കോപ്പി അൽ ലൗഹുൽ മഹ്ഫൂദിൽ നിന്ന് 1ാമത്തെ ആകാശത്തേക്ക് സൗകര്യപൂർവ്വം മുഹമ്മദ് നബിക്ക് അവതരിപ്പിക്കുന്നതിന് വേണ്ടി അല്ലാഹു തആല ഇറക്കി വെച്ചു കൊടുത്ത ദിവസവും ആ റമദാനിലാണ് എന്ന് വ്യാഖ്യാനിച്ചിട്ടുണ്ട്. ഏതായാലും ഖുർആനിന്റെ അവതരണമാണ്.
വിശുദ്ധ ഖുർആന്റെ പ്രത്യേകത, റമദാനിന്റെ പ്രത്യേകത. അപ്പോ ആ മാസത്തിൽ പ്രത്യേകിച്ചും ഖുർആനുമായിട്ട് നമ്മൾ ബന്ധപ്പെടണം. ഞാൻ ഗൾഫിൽ ഒരു കൊല്ലം പോയി, നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമായി. ഞാൻ അവിടെ നിന്ന് ഒരു ചെറിയ പുസ്തകം വായിച്ചു, ഐന നഹ്നു മിനൽ ഖുർആൻ. നമ്മൾ ഖുർആനുമായിട്ട് എന്ത് ബന്ധമാണുള്ളത്? അതിങ്ങനെ വായിച്ചാൽ മനസ്സിലാകും നമ്മൾ ഖുർആനുമായിട്ട് ഒരു ബന്ധമില്ല, നൂൽബന്ധം പോലും ഇല്ല. ചില നൂൽബന്ധം പോലും ഇല്ല. അതിന്റെ ഖുർആനുമായിട്ടുള്ള നമ്മുടെ ബന്ധത്തിന്റെ തുടക്കം എന്ന് പറയുന്നത് അതിന്റെ പാരായണമാണ്. പാരായണം ചെയ്താൽ മാത്രം പോരാ. ഖുർആൻ പാരായണത്തിനുള്ളതല്ല, പാരായണത്തിന് മാത്രമുള്ളതല്ല. ഇൻ ഹുവ ഇല്ലാ ദിക്റുൻ വ ഖുർആനും മുബീൻ. ഈ വിശുദ്ധ ഖുർആൻ പാരായണത്തിനുള്ള ഗ്രന്ഥമാകുന്നതോടുകൂടി അത് ദിക്റാണ്, അത് ഉത്ബോധനമാണ്, അത് ഉപദേശമാണ്. അപ്പൊ ആ ഉപദേശവും ഉത്ബോധനവും ജീവിതത്തിൽ പുലർത്തണം. അതിനെപ്പറ്റി ചിന്തിക്കണം, തദബ്ബുർ നടത്തണം, ഫഹ്മ് നടത്തണം. അങ്ങനെയാണ് ഖുർആൻ. അതാണ് തിലാവത്തുൽ ഖുർആൻ. അതാണ് തിലാവത്തുൽ ഖുർആൻ. ഖിറാഅത്തുൽ ഖുർആൻ അല്ല, തിലാവത്തുൽ ഖുർആൻ. ഇന്നല്ലദീന യത്ലൂന കിതാബല്ലാഹ്. തീർച്ചയായും അല്ലാഹുവിന്റെ ഗ്രന്ഥം തിലാവത്ത് നടത്തുന്ന ആളുകൾ, നമ്മൾ പാരായണം ചെയ്യുന്ന പറയും. പക്ഷേ തലായത്തുൽ എന്ന ക്രിയക്ക് കേവല പാരായണമല്ല അർത്ഥം. മറിച്ച് ആ പാരായണത്തോടിന്റെ അനുബന്ധമായി അതിനോട് മുഖത്തരിനായി, ഞാൻ പഠിച്ചത് അന്വരിപ്പിക്കാനാണ് പള്ളി ദർസിൽ. അന്വരിപ്പിച്ചുകൊണ്ട് ആ വിശുദ്ധ ഖുർആനിന്റെ ആശയത്തെ മനസ്സിലാക്കണം, അതിന്റെ ആദർശത്തെ ജീവിതത്തിൽ പുലർത്തണം. അപ്പോഴാ തിലാവത്താവുക. ശ്രദ്ധിക്കുക, വിശുദ്ധ ഖുർആനിന്റെ പാരായണം ചെയ്യുന്നതിനെ മഹത്വപ്പെടുത്തി അതിന്റെ മഹത്തായ പ്രതിഫലം അല്ലാഹു തആല വാഗ്ദാനം ചെയ്യുന്ന സമയത്ത് അല്ലാഹു തആല പ്രയോഗിച്ച പ്രയോഗം ഇന്നല്ലദീന യത്ലൂന കിതാബല്ലാഹ്. തീർച്ചയായും അല്ലാഹുവിന്റെ ഗ്രന്ഥം തിലാവത്ത് നടത്തുന്ന ആളുകൾ. നിങ്ങൾക്ക് മനസ്സിലാകുന്ന രീതിയിൽ ഞാൻ പറയുള്ളൂ, മനസ്സിലാക്കേണ്ടത് മാത്രമേ പറയുള്ളൂ. ഞാൻ ഒരിക്കലും വിഷയത്തെ ഗഹനമോ എൽമിയോ ആക്കൂല, എനിക്കതിനോട് താല്പര്യമില്ല. അതുകൊണ്ട് ഇങ്ങനെ നിങ്ങൾ മനസ്സിലാക്കുക, തിലാവത്തുൽ ഖുർആൻ എന്ന് പറഞ്ഞാൽ ഖുർആൻ പാരായണമല്ല, ഖുർആനിന്റെ ആശയം മനസ്സിലേക്ക് കൊണ്ടുവരലാണ്. ആ ഖുർആനിന്റെ ആശയത്തെയും താല്പര്യത്തെയും ജീവിതത്തിലേക്ക് കൊണ്ടുവരലാണ്. തലായത്തുലു എന്ന ക്രിയയുടെ ഏറ്റവും അസുല് വലാ യലി എന്ന ക്രിയയിൽ നിന്നാണ്. വലാ യലി എന്ന ക്രിയ അറബി ഭാഷയിൽ എന്തിനാണ് ഉപയോഗിക്കുക? ഞങ്ങളൊക്കെ പള്ളി ദർസ് പഠിക്കുമ്പോ കുട്ടികളായി ഞങ്ങൾ പാടുമായിരുന്നു, വലായലിന്റെ എന്താണോ മാടോടടുക്കലാണോ. വലായലി എന്ന ക്രിയയുടെ ആശയം എന്താണ്? അർത്ഥം എന്താണ്? മാ ബഅദ് മാ ഖബലിനോട് അടുക്കുക, ശേഷമുള്ള ഒന്ന് മുമ്പുള്ളതിനോട് അടുക്കുക. അഥവാ മുമ്പുള്ളത് ഒത്താണ്, അതിനോട് അതിന്റെ ആശയത്തെ പറ്റി തദബ്ബുർ ചെയ്യലും അതിനെപ്പറ്റി ചിന്തിക്കലും ഗ്രഹിക്കലും പഠിക്കലും അത് ജീവിതത്തിൽ പുലർത്തലും ഈ പാരായണത്തോട് അനുബന്ധമായി വരുമ്പോഴാണ് തിലാവത്തുൽ ഖുർആൻ ഉണ്ടാവുക. അതുകൊണ്ട് സകലമാന മുസ്ലിമിന്റെയും മുസ്ലിമത്തിന്റെയും നിർബന്ധമായ ബാധ്യതയാണ് വിശുദ്ധ ഖുർആൻ സമ്പൂർണമായി അർത്ഥസഹിതം ആശയസഹിതം പഠിക്കുക എന്നത്. നമ്മൾ മുജാഹിദുകൾ നവോത്ഥാനത്തിന്റെ ആളുകളാണ്. നവോത്ഥാനത്തിന്റെ പ്രവർത്തനം വഴിതെറ്റിപ്പോയ, എവിടെയോ പിശകിപ്പോയ, എവിടെയോ നഷ്ടപ്പെട്ടു പോയ ഉന്നതവും ഉദാത്തവുമായ ആശയമാണ് വിശുദ്ധ ഖുർആൻ അർത്ഥസഹിതം ആശയസഹിതം പഠിക്കുക, അത് ജീവിതത്തിൽ പുലർത്തുക എന്നുള്ളത്. മനസ്സിലായോ? അപ്പോൾ തിലാവത്താണ്. അപ്പൊ ഖുർആനുമായിട്ട് നല്ല ബന്ധമാണ്. ഇവിടെ ഇരിക്കുന്ന മുഴുവൻ ആളുകൾ തീരുമാനിക്കും. 400 രൂപ കൊടുത്താൽ തർജുമ മാത്രമുള്ളത്. ചെറിയ മുണ്ട് അബ്ദുൽ ഹമീദ് മദനിയുടെ തർജുമ 400 രൂപ കൊടുത്താൽ ഓരോ മുസ്ലിം വീട്ടിലും, ഓരോ മുജാഹിദ് വീട്ടിലും, പ്രത്യേകിച്ച് നമ്മുടെ ഈ മാടവന മഹല്ലിലെ ഓരോ വീട്ടിലും വിശുദ്ധ ഖുർആനിന്റെ തർജുമയുടെ ഒരു കോപ്പിയെങ്കിലും ഇല്ലെങ്കിൽ ആ വീട് വിശുദ്ധ ഖുർആനിനെ സംബന്ധിച്ചിടത്തോളം ഫറാവായ വീടാണ്. അക്ഷരത്തിൽ മാത്രം ഒതുങ്ങിയുണ്ട്. ഇസ്ലാം ഒരൊറ്റ ആശയവും അക്ഷരത്തിൽ മാത്രം ഒതുങ്ങുന്നതല്ല, അത് ആശയത്തിലേക്ക് കടന്നു വരണം. 5 സമയത്തെ നമസ്കാരം കൃത്യമായി നിർവഹിക്കാത്തവൻ കാഫിറാണ് എന്ന് എഴുതി വെച്ചാൽ മദ്രസയിലെ കുട്ടിക്കും മാർക്ക് കിട്ടും. പക്ഷെ എന്താണ് അതുകൊണ്ട് കാര്യം? മാർക്ക് കിട്ടി ശരിയാ, ഫലായോ?
അവൾ നമസ്കരിക്കണം. എങ്കിലേ ഫലമുള്ളൂ. അക്ഷരത്തിൽ ഒതുങ്ങുന്നതല്ല ഇസ്ലാം, ആശയത്തിൽ ഒതുങ്ങുന്നതാണ്. ആശയത്തെ കൂടി ചൂടുന്നു നിൽക്കുന്നതാണ് ഇസ്ലാം. അതുകൊണ്ട് വിശുദ്ധ ഖുർആൻ ആശയസഹിതം അർത്ഥസഹിതം പഠിക്കുന്ന നിർബന്ധമാണ്. ഖുർആനാണ് നമ്മെ പരിവർത്തിപ്പിക്കുള്ളൂ. ഞാനൊന്നും നിങ്ങളെ പരിവർത്തിപ്പിക്കില്ല. അല്ലെങ്കിൽ ഒരു ഖതീബ് എത്ര സമർത്ഥനായാലും പരിവർത്തനം ഉണ്ടാവില്ല. പരിവർത്തനം ഉണ്ടാകണമെങ്കിൽ അള്ളാഹുവിന്റെ വചനം ഹൃദയത്തിലേക്ക് ഇറങ്ങണം. അതിലൊരു പ്രത്യേകതയുണ്ട്. അതിന് 1000 സൂചിമനുകളുടെ പവറുണ്ട്. അത് മനുഷ്യന്റെ ഹൃദയത്തിൽ ചെന്ന് അതിശക്തമായ സ്ഫോടനം ഉണ്ടാക്കും. കരിങ്കല്ലിനേക്കാൾ കട്ടിയുള്ള മനസ്സിനെ അത് അടിച്ച് തകർത്ത് പൊട്ടിച്ചെടുത്ത് അതിനകത്ത് നിന്ന് ജല ഉറവകൾ പുറത്തു വരും. ആ ജല ഉറവുകൾ കണ്ണുനീരായി പുറത്തേക്ക് പ്രവഹിക്കും. അതാണ് വിശുദ്ധ ഖുർആനിന്റെ പ്രത്യേകത. മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അവസാന ഘട്ടത്തിൽ നമസ്കരിക്കാൻ വീട്ടിൽ നിന്ന് വരാൻ തീരെ പറ്റാതെ വന്നപ്പോൾ 16 വഖത്തോ 17 വഖത്തോ അബൂബക്കർ റളിയല്ലാഹു അൻഹു നമസ്കരിച്ചു. ആ നമസ്കരിക്കാൻ വേണ്ടി അബൂബക്കറിനെ ഏൽപ്പിക്കുന്ന സമയത്ത് റസൂലുള്ള വീട്ടിൽ അതിനെപ്പറ്റി സംസാരിച്ചു. എനിക്ക് പള്ളിയിലേക്ക് പോകാൻ തീരെ സാധ്യമല്ല ആയിഷ, അതുകൊണ്ട് ഇന്ന് ആളുകൾക്ക് ഇമാമായിട്ട് അബൂബക്കർ നിൽക്കട്ടെ. ആയിഷ റളിയല്ലാഹു അൻഹ ഉടൻ യാ അബത്തി അബി യാ റസൂലുള്ളാഹ്, യാ അബത്തി അല്ല അബി യാ റസൂലുള്ളാഹ്, നബി എന്റെ വാപ്പേ, എന്റെ ഉപ്പ അബൂബക്കർ. നബി പറഞ്ഞു അതെ നിന്റെ ഉപ്പ അബൂബക്കർ. ഫഖാലത്ത്, അപ്പൊ ആയിഷ പറയാണ് യാ റസൂലല്ലാഹ് ഇന്നഹു റജുലുൻ റഖീഖുൽ ഖൽബി ഇദാ ഖറഅൽ ഖുർആന ഖലബഹുൽ ബുകാഉ ഫലാ യുസ്മിഉൻ നാസ്. റസൂലുള്ളാഹ് എന്റെ വാപ്പ ദുർബലനായ ഒരു മനുഷ്യനാണ്. ഖുർആന്റെ മുന്നിൽ ദുർബലനാണ്, റബ്ബിന്റെ മുമ്പിൽ ദുർബലനാണ്. രാഷ്ട്രത്തിന്റെ നിയമങ്ങൾ സമൂഹത്തിൽ നടപ്പിലാക്കുന്നതിൽ അദ്ദേഹം ധീരനാണ്. അതേ സമയത്ത് വിശുദ്ധ ഖുർആനിന്റെ മുമ്പിൽ അദ്ദേഹം ദുർബലനാണ്. റഖീഖുൽ ഖൽബി, ഹൃദയം ലോലമായ മനുഷ്യനാണ്. ഇദാ ഖറഅൽ ഖുർആന, അദ്ദേഹം ഖുർആൻ പാരായണം ചെയ്താൽ വലബഹുൽ ബുകാഉ, അദ്ദേഹം അനിയന്ത്രിതമായി കരഞ്ഞു പോകും. ഫലാ യുസ്മിഉൻ നാസ്, മൗമൂമുകളെ കേൾപ്പിക്കാൻ പറ്റില്ല നബിയെ. ഏത് സൂറത്താണ് ഓതുന്നത് എന്ന് അവർക്ക് വ്യക്തമാവില്ല. അദ്ദേഹം കരഞ്ഞുകൊണ്ടേയിരിക്കും. അതുകൊണ്ട് അദ്ദേഹത്തെ ഏൽപ്പിക്കരുത്. അങ്ങനെ ആ മനസ്സിനെ ആക്കിയെടുത്തത് ഈ വിശുദ്ധ ഖുർആനാണ്. ആ ഖുർആനിന്റെ അവതീർണം കൊണ്ട് അലങ്കൃതമായതാണ് വിശുദ്ധ റമദാൻ. അതുകൊണ്ട് റമദാനിന്റെ സകല സവിശേഷതകളുടെയും കാരണക്കാരനായ ഖുർആനിനെ മാറ്റിവെച്ചുകൊണ്ട്, അതിനെ മാറ്റിക്കൊണ്ട്, അതിനെ അവഗണിച്ചുകൊണ്ട്, അഗണ്യമാക്കിക്കൊണ്ട് റമദാനിനെ എപ്രകാരം സ്വീകരിച്ചാലും പരിപൂർണമാവില്ലെന്ന് ഞാൻ എന്റെ സഹോദര സഹോദരിമാരുടെ ശ്രദ്ധയിൽ വളരെ സ്നേഹത്തോടെ ഉൾപ്പെടുത്തുകയാണ്. ദീർഘിപ്പിക്കുന്നില്ല, എല്ലാ കാര്യവും പറയേണ്ടതില്ല. കാരണം റമദാനുമായി സാന്ദർഭികമായ ഹുതുബകളും ഉപദേശങ്ങളൊക്കെ സദാ കിട്ടിക്കൊണ്ടിരിക്കും. ഇത്തരം കാര്യങ്ങളാണ് പ്രധാനമായും നിങ്ങളോട് എനിക്ക് പറയുവാനുള്ളത്. അപ്പോ ഞാൻ നേരത്തെ പറഞ്ഞത് മുതൽ റമദാനിനെ നമ്മൾ വേണ്ടതുപോലെ ഉപയോഗപ്പെടുത്തും. നമുക്കൊരുപാട് റമദാൻ കഴിഞ്ഞല്ലോ. എനിക്കിപ്പോ 67 വയസ്സായി. 67 വയസ്സിൽ ഞാനൊക്കെ ഒരു ചെറുപ്പം മുതലേ നോമ്പ് അനുഷ്ഠിച്ചു തുടങ്ങിയതാണ്. പക്ഷെ അതിൽ എത്ര നോമ്പ്, എത്ര കൊല്ലത്തെ നോമ്പല്ല, എത്ര നോമ്പ് അള്ളാഹുവിന്റെ അടുക്കൽ സ്വീകാര്യമായതുണ്ട് എന്ന് പറയാൻ എനിക്ക് സാധ്യമല്ല. ഓരോ നോമ്പും ഓരോ ഇസ്ലാമിന്റെ ഇബാദത്തും നമ്മൾ നിർവഹിക്കുമ്പോൾ നേരത്തെ ഇവിടെ പറഞ്ഞതുപോലെ തികഞ്ഞ ആത്മാർത്ഥതയോടുകൂടി ഇഖ്ലാസോടുകൂടി നിർവഹിക്കേണ്ടതാണ്. മഹാന്മാരായ സഹാബിമാര് പറയുകയാണ്, ഞങ്ങൾ ഒരു ഇബാദത്ത് അള്ളാഹിന് വേണ്ടി ചെയ്യുമ്പോൾ ഇതെന്റെ ജീവിതത്തിലെ അവസാനത്തെ ഇബാദത്താണ്. ഈ കർമ്മം ഇനി ഒരിക്കൽ പ്രവർത്തിക്കാൻ എനിക്ക് സാധിച്ചു കൊള്ളണമെന്നില്ല എന്ന വിചാരത്തോടെ ഉറപ്പോടുകൂടി അത്രയും ആത്മാർത്ഥമായി ശ്രദ്ധാപൂർവമായിരുന്നു ആ കർമ്മങ്ങൾ നിർവഹിച്ചിരുന്നത് എന്ന് സഹാബിമാർ രേഖപ്പെടുത്തുകയാണ്. അങ്ങനെ നോറ്റുവെട്ടേണ്ടതായിരുന്നു നമ്മുടെ കഴിഞ്ഞ നോമ്പ്. അങ്ങനെ ആയിരുന്നോ ഒന്ന് ആലോചിച്ചു നോക്കാൻ. ഇപ്പൊ നമ്മുടെ മനസ്സിൽ ഓർമ്മയുണ്ടോ? ആ നോമ്പന്നെ ഓർമ്മയുണ്ടോ? അതിന്റെ രാവും പകലും ഓർമ്മയുണ്ടോ? ഉണ്ടായിക്കൊള്ളണമെന്നില്ല. കാരണം ഹൃദയസ്പർശിയായിട്ടില്ല. ആവണം. കുറ്റപ്പെടുത്തല്ല, ആവണം.
ആക്കണം. തീർച്ചയായിട്ടും അങ്ങനെ ഇബാദത്ത് ചെയ്യണം. അങ്ങനെ നോമ്പും നമസ്കാരവും ഒക്കെ അങ്ങനെ, എല്ലാ കർമ്മങ്ങളും അങ്ങനെ. ഇനി റമദാനിൽ നമ്മൾ അനുഷ്ഠിക്കുന്ന കുറെ നല്ല കാര്യങ്ങളുണ്ട് അല്ലേ? നമസ്കാരം കൃത്യമായിട്ട് മിക്കവാറും ആളുകൾ ഈ 28 ദിവസം ഒരു കാര്യം ശീലമായാൽ 29ാമത്തെ ദിവസം സ്വാഭാവികമായി അതവന്റെ ജീവിതചര്യയായി മാറുമെന്ന് പറയുന്നുണ്ടെങ്കിലും എന്തുകൊണ്ട് റമദാൻ കഴിഞ്ഞ് ശവ്വാൽ 1 വരെ നിന്നാലും ശവ്വാൽ 2 3 ആകുമ്പോഴേക്ക് ഈ റമദാനിലെ നമ്മുടെ സകല ശീലങ്ങളും നമ്മൾ മറന്നു പോവുകയാണ്, വിസ്മരിച്ചു പോവുകയാണ്. അതിന് വിരുദ്ധമായി അതിന് മുമ്പ് കഴിഞ്ഞ ശഅബാനിൽ എങ്ങനെയായിരുന്നു ആ സവിധത്തിലേക്ക് നമ്മൾ അധപ്പതിക്കുകയാണ്. അതെങ്ങനെയാണ് ഉണ്ടാവുന്നത്? അതുകൊണ്ട് ഇക്കൊല്ലം മുതൽ അങ്ങനെ ഉണ്ടാവരുത്. ഞാൻ അവസാനിപ്പിക്കാണ്. നോമ്പിനെ പറ്റി അല്ലാഹു തആല പറഞ്ഞപ്പോ എന്താ പറഞ്ഞത്? ആ ആയത്തിന്റെ അവസാനം എന്താണ് പറഞ്ഞത്? എന്തിനാണ് നോമ്പ് നിർബന്ധമാക്കിയത്? ലഅല്ലക്കും തത്തഖൂൻ, നിങ്ങൾ മുത്തഖീകളാകാൻ വേണ്ടി, ജീവിതത്തിൽ സൂക്ഷ്മത പുലർത്തുന്ന ആളുകളാകാൻ വേണ്ടി. ആ ഹലാലും ഹറാമും, ഇത് ഹലാലാണോ ഹറാമാണോ എന്ന് നോക്കാൻ വേണ്ടി മുന്നിൽ വരുന്ന സകലമായ വിഷയങ്ങളും കാര്യങ്ങളും സംഭവങ്ങളും ഹലാലാണോ ഹറാമാണോ, അള്ളാഹ് അനുവദിച്ചതാണോ അനുവദിച്ചതല്ലേ എന്ന് നോക്കിയിട്ട് മാത്രം കാലെടുത്ത് വെക്കുക, നോക്കിയിട്ട് മാത്രം സംസാരം ആരംഭിക്കുക, നോക്കിയിട്ട് മാത്രം കണ്ണങ്ങോട്ട് വായിക്കുക, നോക്കിയിട്ട് മാത്രം കാതങ്ങോട്ട് കൊടുക്കുക, നോക്കിയിട്ട് മാത്രം ആ വാക്കുകൾ പറയുക. അങ്ങനെ ചെയ്യണം. അതാണ് മുത്തഖ്. ഇംതിസാലു അവാമിരില്ലാഹി വജിത്നാബു നവാഹീഹി. തഖ്വ എന്ന് പറഞ്ഞാൽ അല്ലാഹു കൽപ്പിച്ച സകലമായ കാര്യങ്ങളും ജീവിതത്തിൽ സമ്പൂർണമായി പുലർത്തുകയും അവൻ വിരോധിച്ച കാര്യങ്ങളിൽ നിന്ന് പരിപൂർണമായി വിട്ടുനിൽക്കുകയും ചെയ്യുന്നതിന്റെ സമാഹാരമാണ് തഖ്വ എന്ന് പണ്ഡിതന്മാർ തഖ്വയെ വ്യാഖ്യാനിക്കുകയാണ്. ഞാൻ നിരാശപ്പെടുത്തുന്നില്ല. അതുകൊണ്ട് കഴിയുന്നത്ര അല്ലാഹുവിനെ നിങ്ങൾ തഖ്വ ചെയ്യും, മസ്തതാഅ്തും, നിങ്ങൾക്ക് കഴിയുന്നത്ര. അപ്പൊ നോമ്പിന് നമ്മൾ ശീലിച്ചെടുക്കുന്ന എല്ലാ നല്ല കാര്യവും നോമ്പിന് ശേഷവും നിലനിർത്താൻ നമുക്ക് സാധിക്കും. ഇക്കൊല്ലത്തെ മദ്രസ പരീക്ഷയിൽ പോലും റമദാനിൽ മാത്രം നിർവഹിക്കേണ്ട വല്ല സൽക്കർമ്മവും ഉണ്ടോ? ഇല്ലെന്ന് പറയാം. നല്ല ഉത്തരം. നോമ്പുണ്ട്, അത് ശരി, അതല്ല ഇവിടെ പറയാം. ബാക്കി റമദാനിൽ ചെയ്യുന്ന കർമ്മങ്ങളെല്ലാം നല്ല കാര്യങ്ങളും എല്ലാ കാലത്തും ചെയ്യുന്നതാണ്. ദാനധർമ്മം എല്ലാ കാലത്തും വേണം. ഖുർആൻ പാരായണം, ഖുർആൻ പഠനവും എല്ലാ കാലത്തും വേണം. രാത്രി നമസ്കാരം എല്ലാ കാലത്തും വേണം. അല്ലാഹുവിന്റെ റസൂൽ റമദാനിൽ മാത്രമല്ല രാത്രി നമസ്കരിച്ചിരുന്നത്, 12 മാസങ്ങളിലുമാണ്. റസൂൽ നമസ്കരിച്ചിരുന്നതാകട്ടെ 8 മണിക്കൂറോ 6 മണിക്കൂറോ അതേപോലെ തന്നെ 4 മണിക്കൂറോ ആയിരുന്നു. ഇന്ന റബ്ബക യഅലമു അന്നക തഖൂമു അദ്നാ മിൻ സുലുസയിൽ ലൈലി വനിസ്ഫഹു വസുലുസഹു വഖായിഫത്തും മിനൽ ലദീന മഅക. പ്രചോദനത്തിന് വേണ്ടി പറയാനുണ്ടോ? നിരാശപ്പെടണ്ട. നിരാശപ്പെടാത്ത വിധം അതിനെ കൈകാര്യം ചെയ്യാൻ അല്ലാഹു പഠിപ്പിച്ചിട്ടുണ്ട്. അത് ഞാൻ പറയാം. തീർച്ചയായും നബിയെ അങ്ങയുടെ രക്ഷിതാവ് അറിയുന്നുണ്ട്, അവൻ കാണുന്നുണ്ട്. നബിയെ അന്നക, തീർച്ചയായും താങ്കൾ തഖൂമു, രാത്രി എഴുന്നേറ്റ് നിന്ന് നമസ്കരിക്കുന്ന നബിയെ, അതിനാ മിൻ സുലുസയിൽ ലൈൽ, രാത്രിയുടെ 2/3 ഭാഗത്തോളം. 12 മണിക്കൂർ രാത്രി ഉണ്ടെങ്കിൽ അതിന്റെ 2/3 ഭാഗം. സുബ്ഹാനല്ലാഹ്, നമുക്ക് സാധിക്കൂല. റസൂലുള്ളാഹി അങ്ങനെയാണ്. ചില രാത്രികൾ നബിയെ പകുതി അങ്ങ് നമസ്കരിക്കുന്നുണ്ട്. ചില രാത്രികളെങ്കിലും 1/3. അതെന്താണ്? യുദ്ധമൊക്കെ കഴിഞ്ഞ് വൈകി വരുമ്പോഴാണ്. എന്നാ പകല് നബി വെറുതെ ഇരിക്കാണോ? നബിക്ക് വേറെ പണി ഉണ്ടായിരുന്നില്ല. പള്ളിയിലെ ഖത്തീബായിട്ട് റസൂലുള്ള മെഹ്റാബിലോ അതോടനുബന്ധിച്ച് നിർമ്മിക്കപ്പെട്ട റൂമിലോ കാലുമ്മൽ കാല് കയറ്റിയിരിക്കുകയല്ല. ഇന്നലക ഫിന്നഹാരി സുബ്ഹൻ ത്വീലാ. നബിയെ പകൽ സമയത്ത് റബ്ബിന് വേണ്ടി മാത്രം സമയം നീക്കി വെക്കാൻ ഉണ്ടാവില്ല. അങ്ങേക്ക് ദഅവത്തിന്റെ ജോലി തിരക്കാണ്. അതുകൊണ്ട് നബിയെ രാത്രിയുടെ അന്ത്യയാമങ്ങളിൽ രാത്രിയുടെ 2/3 ഭാഗമോ 1/3 പകുതിയോ 1/1 എഴുന്നേറ്റ് നിന്ന് നമസ്കരിക്കുന്നതായിട്ട് റബ്ബ് കാണുന്നുണ്ട്. റബ്ബ് അത് പരിഗണിക്കുന്നുണ്ട്. അസാ അൻ യബ്അസക റബ്ബുക മഖാമൻ മഹ്മൂദാ.
അത് പരിഗണിച്ച അല്ലാഹു തആല സ്തുത്യർഹമായ സ്ഥാനത്താണ് അങ്ങനെ അങ്ങയെ ഉയർത്തെഴുന്നേൽപ്പിക്കുക. അത് അങ്ങ് മാത്രമല്ല, അങ്ങയുടെ കൂടെ ഉള്ളവരിൽ നിന്ന് നല്ല ഒരു സംഘവും അത് നിർവഹിക്കുന്നവരാണ്. അത് ചെയ്യണം നമ്മൾ. രാത്രി ലൈലിൽ സ്വലാത്ത് കൗതുകമുള്ളതാ, ലയിച്ചോ മുനാജാത്തിൽ അലാവത്തുള്ളതാ. ലൈലിൽ രാത്രി സ്വലാത്ത് നമസ്കാരം എന്തെന്ത് കൗതുകമുള്ളതാ, ലയിച്ചോ മുനാജാത്തിൽ ഹലാവത്തുള്ളതാ. മുനാജാത്ത് പറഞ്ഞാൽ രഹസ്യ സംഭാഷണം. ആരുമായി? റബ്ബുമായി. അല്ലാഹുവിന്റെ റസൂൽ പറയാണ്, ഇദാ കാന അബ്ദു ഫി സ്വലാത്തി ഫഇന്നഹു യുനാജി റബ്ബഹു അസ്സ വജല്ല. ഒരു അടിമ നമസ്കാരത്തിൽ ഏർപ്പെട്ടാൽ അവൻ അവന്റെ റബ്ബിനോട് അവന്റെ രഹസ്യങ്ങൾ എണ്ണിപ്പൊറുക്കി പറയുകയാണ്, അവന്റെ ആവശ്യങ്ങൾ അവനോട് പറയുകയാണ്, അവനോട് ഇസ്തിഗ്ഫാർ നടത്തുകയാണ്, തൗബ നടത്തുകയാണ്, പശ്ചാത്തപിക്കുകയാണ്, അവന്റെ ആവശ്യങ്ങൾ പറയുകയാണ്. അതുകൊണ്ട് അത് കണ്ടിന് ആനന്ദമാണ്, അത് നാവിന് മധുരമാണ്. ആ മാധുര്യം വേണ്ടുവോളം അനുഭവിച്ചു കൊള്ളുക എന്നാണ് അവിടെ കവി പറയുന്നത്. പണ്ട് നമ്മുടെ ബുർദബൈത്തിന്റെ വാഴന്റെ മുമ്പിൽ പറഞ്ഞിരുന്ന ചൊല്ലിയിരുന്നേ, അതിലുണ്ട് 2 വരി. ഇമാം ബൂസൂരി വലംതു സുന്നത മൻ നഹയ വലമ ഇല അനിസ്തഖത ഖദമാ ഉർറ മിൻ ബറമി. വലംതു, ഞാൻ അക്രമം ചെയ്തു, നീതി പുലർത്താൻ സാധിച്ചില്ല. സുന്നത്തമൻ, ഒരു വ്യക്തിയുടെ, പ്രവാചകന്റെ ഒരു സുന്നത്തിനെ, ഒരു നടപടിക്രമത്തെ, നബിയുടെ ഒരു ശീലത്തെ എന്റെ ജീവിതത്തിലേക്ക് കൊണ്ടുവരാൻ എനിക്ക് സാധിച്ചില്ല. അതെന്താണ്? ആ മഹാനായ പ്രവാചകൻ രാത്രിയുടെ സമയങ്ങളിൽ ദീർഘമായി എഴുന്നേറ്റ് നിന്ന് നമസ്കരിക്കുക വഴി പ്രവാചകന്റെ 2 കാലുകളും നീരെടുത്ത് വീർത്ത് പ്രവാചകനെ താങ്ങി നിൽക്കാൻ ഇനി ഞങ്ങൾക്ക് സാധ്യമല്ലെന്ന് ആവലാതിപ്പെടുന്നത്ര സമയം ദീർഘമായി റസൂലുള്ളാഹി രാത്രി എഴുന്നേറ്റ് നമസ്കരിച്ചിരുന്നു. അതിനോട് നീതി പുലർത്താൻ എനിക്ക് സാധിച്ചില്ലെന്ന് കവി പറയുന്നു. അതുകൊണ്ട് എന്റെ സഹോദരന്മാരോട് ഞാൻ പറയാണ്, നമ്മൾ ദുർബലരാണ്, പല വിധത്തിലുള്ള ജോലികളുള്ളവരാണ്, ആധുനിക കാലഘട്ടത്തിലെ രോഗങ്ങൾ ഗ്രസിച്ചിട്ടുള്ളവരാണ്. അതുകൊണ്ട് അല്ലാഹു തആല പറയുന്നു, നിങ്ങളങ്ങനെ 3-2 ഭാഗം പകുതി 3-ഒന്നും വേണ്ട, നിങ്ങൾക്ക് കഴിയുന്നത്ര എളുപ്പമുള്ളത്. അപ്പൊ കുറച്ചൊക്കെ എന്തെങ്കിലും റമദാൻ കഴിഞ്ഞാലും തുടരണം, റമദാനിലുള്ള ദാനധർമ്മം തുടരണം, റമദാനിലുള്ള ആരാധനാ നഷ്ടം തുടർന്നുള്ള ജീവിതത്തിലും ഉണ്ടാകണം. അല്ലെങ്കിൽ നമ്മൾ അനുഷ്ഠിച്ച നോമ്പിനെ പറ്റി സംശയിക്കണം. നോമ്പ് കഴിഞ്ഞിട്ട് നമുക്ക് തഖ്വ നിലനിൽക്കുന്നില്ലെങ്കിൽ, നോമ്പിൽ നമ്മൾ നേടിയെടുത്ത ഭക്തിയും ആരാധനാ നിഷ്ഠയും ക്രമശ്രദ്ധയും സമയബന്ധിതമായിട്ട് കാര്യങ്ങൾ നിർവഹിച്ചതും തുടർന്നുള്ള ജീവിതത്തിൽ നമുക്ക് പുലർത്താൻ സാധ്യമായിട്ടില്ലെങ്കിൽ നമ്മുടെ നോമ്പ് പരിപൂർണമായിട്ടില്ല, 100% ശരിയായിട്ടില്ല. അതുകൊണ്ട് നമ്മൾ ഭയപ്പെടേണ്ടവരാണ്, വീണ്ടും പ്രാർത്ഥിക്കേണ്ടവരാണ്. അവസാനിപ്പിക്കാണ്, ഇത്തരം കാര്യങ്ങളൊക്കെ നമ്മുടെ ശ്രദ്ധയിൽ ഉണ്ടാകണം എന്നാണ് എൻ്റെ ഒരു താല്പര്യം. അത് എന്നോടുള്ള താല്പര്യം നിങ്ങളോട് കൂടി പറയാണ്, ഒന്നിച്ച് പറയാൻ. നിങ്ങളോട് ഇത് പറയുമ്പോഴാണ് എനിക്ക് കൂടി അത് ഉൾക്കൊള്ളണം എന്ന താല്പര്യം ഉണ്ടാകാം. വയലന്മാരായ പണ്ഡിതന്മാരോട് പഴയ ഒരു കവി പറയാണ്, അല്ലയോ മറ്റുള്ള മനുഷ്യർക്ക് നന്മ ഉപദേശിക്കുന്ന ഉപദേശക, എന്തുകൊണ്ട് ഈ ഉപദേശം തന്നോട് തന്നെ ആയിക്കൂടാ എന്ന് ചോദിക്കുകയാണ്. ഞാൻ എന്നോട് കൂടിയാണ്, നമ്മളോടാ ഞാൻ പറയുന്നത്. അതുകൊണ്ട് ജീവിതത്തിലെ ഏറ്റവും അനർഘമായ, ഏറ്റവും മനോഹരമായ അവസരങ്ങളാണ് നമുക്ക് കിട്ടാൻ പോകുന്നത്. അത് ഉപയോഗപ്പെടുത്തണം. നമ്മൾ നരകത്തിൽ നിന്ന് രക്ഷപ്പെട്ട് സ്വർഗത്ത് കടക്കണം. അതിനാണ് അല്ലാഹു തആല ഇതൊക്കെ ഏർപ്പെടുത്തിയത്. 1000 മാസത്തേക്കാൾ ശ്രേഷ്ഠമായ ഒരു രാത്രി റമദാനാണ് നിശ്ചയിച്ചിരിക്കുന്നത്. എന്തിനാ? അങ്ങനെയൊക്കെ വാരി കോരി കൊടുത്തിട്ടെങ്കിലും നരകത്തിൽ നിന്ന് രക്ഷപ്പെടണം, എന്നിട്ട് സ്വർഗത്തിൽ കിടക്കണം.
ഫമൻ സുഹ്സിഹ അനിൻ നാരി, ആർ നരകത്തിൽ നിന്ന് മോചിപ്പിക്കപ്പെട്ടുവോ, ഉദ്ഖിലൽ ജന്നത, സ്വർഗ്ഗത്തിൽ പ്രവേശിപ്പിക്കപ്പെട്ടുവോ, ഫഖദ് ഫാസ്, അവനാണ് വിജയിച്ചവനെന്ന് വിശുദ്ധ ഖുർആൻ വളരെ വ്യക്തമായിട്ട് പറയുകയാണ്. 10ാം ക്ലാസ്സിൽ എല്ലാ വിഷയത്തിലും A+ഓടുകൂടി പാസ്സായാലും, ആ +2-നും ഒക്കെ തന്നെ A+ഓടുകൂടി പാസ്സായാലും, അതേപോലെ തന്നെ ഡിഗ്രികളിൽ റാങ്ക് ഉണ്ടായാലും, 6 ശമ്പളം വാങ്ങിയാലും, ഈ ലോകത്ത് വലിയ കോടീശ്വരനായാലും, പരലോകത്ത് നരകമാണെങ്കിൽ നിന്റെ ജീവിതം നിത്യദുഃഖമാണ്, കണ്ണുനീരിൻ്റെതാണ്, കരച്ചിലിൻ്റെതാണ്, ആപരാധിയുടെയും വേപരാധിയുടേതുമാണ്. അതുകൊണ്ട് സ്വർഗമാണ് അവിടെ ലഭിക്കേണ്ടത്. സ്വർഗം നിനക്കൊരു മസ്കനായി ലഭിച്ചെങ്കിലേ ഇവിടെന്തു ക്ലേശം സാരമില്ല നിന്നിലെ, ജനമൊക്കെയും തൃണവൽ ഗണിച്ചാൽ തന്നെയും മനനൊന്തിരണ്ടാതി ഗുരു തന്ന പിന്നെയും ആരൊക്കെ നിന്ന ദരിദ്രന